അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷയുടെ ശക്തിയാൽ ഈ പ്രാർത്ഥന കൂടുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങളുടെ ശരീരങ്ങളെ കർത്താവ് അടിപ്പട പോലെ സ്പർശിക്കട്ടെ. നിങ്ങളുടെ തൊഴിലിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ പദ്ധതികളും കർത്താവിൻ്റെ കൃപയിൽ പുനർജനിക്കുകയും പുനർജീവിക്കുകയും അതിജീവിക്കുകയും ചെയ്യട്ടെ. മക്കളെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവരെ, അവിടെ വിവാഹത്തെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവർ, മക്കളില്ലാത്തവർ, ജോലി ഇല്ലാത്തവർ, പരീക്ഷാഫലം പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷാഫലത്തിൽ മാർക്ക് കുറവുകൊണ്ട് റീവാലുവേഷന് കൊടുത്തിരിക്കുന്നവർ, ഓരോരോ ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും വേണ്ടി കാത്തിരിക്കുന്നവർ, അത് കഴിഞ്ഞവരെ, വിസ പ്രോസസ്സിങ് കൊടുത്തിരിക്കുന്നവർ, വിസ പുതുക്കി കിട്ടാത്തവരെ, നാട്ടിൽ ജോലിക്ക് വേണ്ടി അലയുന്നവരെ, റാങ്ക് ലിസ്റ്റിലുള്ളവരെ, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരെ, ഡിവിഷണൽ ഫോറുള്ള അധ്യാപകരെ എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു.
എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഏതാമത്തെ മഹത്വത്തിനായി ദൈവത്തിലെ നിന്റെ എല്ലാവിധ വേദനകളിൽ നിന്നും കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ. ഈ ദിവസം നിനക്ക് ദൈവം നിറയുന്ന ദൈവസഹായത്തിൻ്റെ നിമിഷമാകട്ടെ. God increase the spirit of power and grace. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ കണ്ടതേ ഭീരുത്വത്തെക്കുറിച്ചല്ലേ. അപ്പം ദൈവവേലയ്ക്ക് ധൈര്യമാണ് വേണ്ടത്. കഴിഞ്ഞ ആഴ്ചയിൽ റോമിൽ പോയി നമുക്ക് അവിടെ ഒരു ഉടമ്പടി ധ്യാനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൗലോസിൻ്റെ ജയില് കാണാൻ പോയി. ഇപ്പം പൗലോസ്, ഞാനത് പറഞ്ഞായിരുന്നു ഒരു ദിവസം അല്ലേ, ഇപ്പം പറഞ്ഞ വേറെ വിഷയമാണ് കേട്ടോ. പൗലോസിനെ കൈവിലങ്ങ് അണിയിച്ചിരുന്ന ചങ്ങല അവിടെ ചില്ലിട്ട് വെച്ചിട്ടുണ്ട്. ആ ജയിലിൽ ഞാൻ പോയി അടുത്ത് നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. അപ്പോഴേ ആ ജയിലിരുന്നുകൊണ്ട് പുള്ളി എഴുതിയൊരു ലേഖനമുണ്ട്, ലാസ്റ്റ് ലേഖനം. അത് തിമോത്തിയുടെ ലേഖനമാണ്. തിമോത്തി ബിഷപ്പിനെ കുറിച്ച് ബിഷപ്പിന് പുള്ളി എഴുതുന്നതാണ്. അത് ഈ ജയിലിലിരുന്നുകൊണ്ട് ചങ്ങല ഇട്ടുകൊണ്ടിരുന്ന എഴുതുന്ന സംഭവമാണ്. എന്താ പറയുന്നറിയാമോ? 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക. കണ്ട, അതൊക്കെ ചങ്ങല കിടക്കണ്, ആ ജയിലിൽ കിടക്കണ്, വെളിച്ചമില്ല, വൃത്തിയില്ല, ആകൃതത്തിൽ കിടക്കുക. അപ്പം അവിടെ ഇരുന്ന് എഴുതണാണ് തിമോത്തിക്ക്. എന്താണ് എഴുതിയിരിക്കണത് കേട്ടോ? വചനം പ്രസംഗിക്കുക. സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും, അതായത് സാഹചര്യം അനുകൂലമാണെങ്കിൽ അല്ലെങ്കിലും ജാഗ്രതയോടെ വർത്തിക്കുക. അപ്പൊ വചനത്തിനെ സംബന്ധിച്ചിടത്തോളം ജയിലെങ്കിൽ ജയില്, കൈവിലങ്ങ്. എന്നിട്ട് പൗലോസ് പറയും, കർത്താവിൻ്റെ വചനത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ലെന്ന്. എന്താ, അതിങ്ങനെ സ്വതന്ത്രമായിട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ. 2 തിമോത്തി 2:9. ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത്. എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല. ഇന്ന് ക്രിസ്തുവിന് ജ്ഞാനസ്നാനം പോലും സ്വീകരിക്കാത്ത ആൾക്കാര് അറിവിന്റെ ജ്ഞാനത്തിന്റെ സ്നാനം സ്വീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ കൈമാറുന്ന കാഴ്ചകൾ കാണുന്നു. ആരുമൊക്കെ ഫീൽഡ് ഔട്ടായിട്ടുണ്ട്. അതെങ്കിൽ ദൈവം അറിഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്തവനെ ഔട്ടാക്കിയിട്ടുണ്ട്. ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മുമ്പേ ഇന്ന ആൾക്കാർ മുമ്പോട്ട് ചെയ്യുന്നു. അതായത് അത് വളരെ സുന്ദരമായ രീതിയിൽ സുവിശേഷ വേല ദൈവം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സുവിശേഷ വേലയെപ്പോലെ ധൈര്യം വേണ്ടതും നട്ടല് വേണ്ടതും ഏറ്റുപറച്ചിലും അതൊരു കൃപയാണ്. അത് ഇന്ന രീതി അത് ചെയ്യേണ്ട ആൾക്കാർ, അത് ചെയ്യുന്നതിന് വേണ്ടി പട്ടം മേടിച്ചവർ അതിന് പകരം അവർക്കിഷ്ടപ്പെട്ട വേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം പതുക്കെ അതിൽ നിന്ന് പിൻവലിയുകയും ഇവർ മീനിങ്ലെസ് ആയി മാറുകയും ചെയ്യും. ക്രമേണ ആ മേഖല ദ്രവിച്ചു പോവുകയും ചെയ്യും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആ മേഖലയിലൊക്കെ ആത്മരക്ഷയ്ക്ക് ബന്ധമില്ലാത്ത മേഖലയിൽ ജീവിതം ഹോമിക്കാൻ വിധിക്കുന്നവർക്ക് ഒരു വീണ്ടും വിചാരം ഉണ്ടാകേണ്ടതാണ് ഈ കാലഘട്ടം. ഈ ഒരു സാക്ഷ്യം പറയുവാനായിട്ട് എന്നെ ഇവിടെ നിർത്തിയ പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ജിനിമോൾ. എൻ്റെ വീട് ആലപ്പുഴ തന്നെയാണ്. കൈനഗരിയിൽ നിന്ന് വരുന്നു. എൻ്റെ സ്വന്തം വീട് തുമ്പോളിയിലാണ്. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ഓഗസ്റ്റ് 7-ാം തീയതിയാണ്. അപ്പം കൃപാസനത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഏകദേശം ഒരു 20 മിനിറ്റ് ദൂരമേ ഉള്ളൂ തുമ്പോളിയിലേക്ക്. എന്നിട്ടും ഞാൻ
ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നിരുന്നില്ല. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിൽ വരുന്നത് എൻ്റെ ഹസ്ബൻഡുമായിട്ടാണ്. വിവാഹശേഷം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വരുന്നു. അപ്പം ഞാനൊരു ഹോമിയോ ഡോക്ടറാണ്. അപ്പം എൻ്റെ വലിയൊരു ആഗ്രഹം PG നേടണം എന്നതായിരുന്നു. അപ്പോൾ ഞാൻ 2022 ഡിസംബറിൽ പാസ് ഔട്ടായതിന് ശേഷം PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. നല്ല രീതിയിൽ ഞാൻ കുത്തിയിരുന്ന് പഠിച്ചു. പക്ഷേ ആദ്യത്തെ അറ്റംപ്റ്റിൽ കിട്ടിയില്ല. പിന്നീട് രണ്ടാമത് ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി. നല്ല വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് അത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. ആ രണ്ടാമത്തെ വട്ടവും എനിക്ക് കിട്ടിയില്ല. അപ്പം അതിനുശേഷം ഞാൻ മനസ്സിലാക്കി ഉടമ്പടി എടുക്കണം. എന്നെക്കൊണ്ട് ഇനിയിപ്പോൾ കുട്ടി കല്യാണത്തിന് ശേഷവും അതിന് മുന്നേയൊക്കെ ഞാൻ വേറെ പ്രാരാബ്ദങ്ങളൊന്നും ഇല്ലാതെ കുത്തിയിരുന്ന് പഠിച്ചിട്ട് പോലും എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ കുട്ടിയായി, എല്ലാവരും നന്നായിട്ട് ട്രൈ ചെയ്യുവാണ്. ദൈവത്തിൻ്റെ സഹായം ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ ഉടമ്പടി എടുക്കുന്നത് 7-ാം തീയതിയാണ്, 2024 ഓഗസ്റ്റ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ആ സ്ലിപ്പിൽ തന്ന ഡേറ്റ് 8-ാം തീയതിയാണ്, 8/8/2024 എന്നാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു 8 എന്ന നമ്പർ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ധ്യാനത്തിൽ, ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. അതായത് നിങ്ങൾ ഉടമ്പടി എടുക്കാൻ നിങ്ങളിവിടെ വന്നു എന്നതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ എനിക്കത് മനസ്സിലായി. 8 അത് മാതാവിൻ്റെ ജനന ഡേറ്റും അമലോത്ഭവ തിരുനാളൊക്കെ 8 അപ്പോൾ മാതാവിൻ്റെ ഒരു പ്രസൻസ് എനിക്കിങ്ങനെ തോന്നി. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം ഒരു ദിവസം കുറച്ച് മണിക്കൂറൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം കുഞ്ഞുണ്ട്, രാത്രിയൊന്നും കുത്തിയിരുന്ന് പഠിക്കാൻ പറ്റില്ല, എനിക്ക് ഉറക്കം തൂങ്ങിയിരിക്കും. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്നതായിരുന്നു. അതിനുശേഷം 1-ാമത്തെ പുതുക്കൽ കഴിഞ്ഞു, 2-ാം പുതുക്കൽ കഴിഞ്ഞു. ഓരോ പുതുക്കലിന് ശേഷവും എനിക്ക് നല്ല ആത്മീയ വളർച്ചയുണ്ടായി. ഞാൻ മുമ്പേ നന്നായിട്ട് പ്രാർത്ഥിക്കും, കൊന്തയൊക്കെ ചൊല്ലും, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ജീവിതം. പക്ഷേ ഉടമ്പടിയിൽ വന്നതിൽ പിന്നെ വെറുതെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ പ്രവർത്തികൾക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ മാതാവിനെ മാത്രം മുന്നോട്ട് നോക്കിക്കൊണ്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ എക്സാം ഡേറ്റൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ സാധാരണ എല്ലാ എക്സാംസിനും നല്ല രീതിയിൽ കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷേ ഈ എക്സാമിന് എനിക്ക് അങ്ങനെ പഠിക്കാൻ പറ്റിയിട്ടില്ല. മാതാവിൻ്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അച്ഛൻ്റെ ധ്യാനങ്ങളിലൊക്കെ അച്ഛൻ പറയുന്ന ഒരു വചനം എന്നെ എപ്പോഴും സ്ട്രൈക്ക് ചെയ്യാറുണ്ട്. അതായത് എഫേസോസ് 2:8 പറയുന്നു, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, നിങ്ങൾ നേടിയെടുത്തതല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പം ഞാൻ എക്സാമിന് മുന്നേയൊക്കെ ഞാൻ എപ്പോഴും കാശ് രൂപം പിടിച്ചിട്ട് ഈ വചനം ഇങ്ങനെ പറയും, ദൈവത്തിൻ്റെ ദാനമാണ്, നമ്മൾ നേടിയെടുക്കുന്നതല്ല. അപ്പം ഞാൻ മാതാവിനോട് പറയും, മാതാവ് തിരുക്കുമാരനോട് ചോദിച്ച് എനിക്കിത് വാങ്ങിത്തരണമെന്ന് പറയും. അങ്ങനെ ഞാൻ എക്സാമിൻ്റെ ഡേറ്റ് വന്നു. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ്, ഞാൻ എക്സാം എഴുതാൻ പോകുവാണ്. അപ്പം അന്ന് ആദ്യമായിട്ട് കുഞ്ഞുമായിട്ട് മാറി നിൽക്കുന്ന ഡേ അതാണ്. എറണാകുളത്ത് വെച്ചായിരുന്നു എക്സാം, തലേ ദിവസം പോയി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവിൻ്റെ ഒരു പ്രസൻസ് എനിക്കൊന്ന് കാണിച്ചു തന്നാൽ കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയിരിക്കും ഞാൻ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇങ്ങനെ എപ്പോഴും അടയാളം ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ലെങ്കിലും മാതാവ്, എൻ്റെ ഒരു കോൺഫിഡൻസിന് വേണ്ടി എൻ്റെ സിസ്റ്റത്തിൻ്റെ നമ്പർ ഏതെങ്കിലും 2 നമ്പേഴ്സ് ആഡ് ചെയ്താൽ 8 കിട്ടുകയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ എനിക്കൊരു കോൺഫിഡൻസ് ആയേനേന്ന് മാത്രം പറഞ്ഞു. ഇപ്പം എല്ലാവരും സാക്ഷ്യത്തിൽ പറയുമല്ലോ, എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ ഇൻവിജിലേറ്റർ ബ്ലൂ ഡ്രസ്സിൽ നിൽക്കും, സിൽവർ ഗ്രേയിൽ നിൽക്കും എന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെ ഞാൻ എക്സാം ഹോളിൽ ചെന്നു. അപ്പം ഞാനപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവ് വേണം എന്നെക്കൊണ്ട് എക്സാം എഴുതിക്കാനെന്ന് പറഞ്ഞു. ഞാൻ അവിടെ സിസ്റ്റത്തിൻ്റെ മുന്നിൽ നിന്നു. അപ്പോൾ ഒരു ബ്ലൂ ബ്ലാക്ക് ഒരു ഷർട്ടിട്ട ഒരു ഇൻവിജിലേറ്റർ ആയിരുന്നു ഞങ്ങളുടെ റൂമിൽ. അപ്പോൾ എനിക്കൊരു ആശ്വാസമായി, ആ ബ്ലൂ മാതാവിൻ്റെ പ്രസൻസ് ആണല്ലോ. എനിക്ക് സിസ്റ്റത്തിൻ്റെ നമ്പർ 80 കിട്ടിയത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി.
ഞാൻ 2 നമ്പേഴ്സ് ആഡ് ചെയ്ത് 8 കിട്ടണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് 80 കിട്ടിയത്. അങ്ങനെ ഞങ്ങൾക്ക് ഫ്രിസ്കിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. എന്നാലും ഞാൻ കാശ് രൂപത്തിൻ്റെ ആ മെറ്റൽ ഒക്കെ ഞാൻ മാറ്റി അത് മാത്രം എൻ്റെ പോക്കറ്റിലിട്ടു. ഉടമ്പടി ഉപ്പും കുറച്ച് പോക്കറ്റിലിട്ടു. തൈലം ഞാൻ കുറച്ച്, എപ്പോഴും ഞാൻ പഠിക്കുമ്പോഴൊക്കെ തൈലം ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് തൈലം കൂടുതലായിട്ട് നെറ്റിയിൽ പുരട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിൽ നിന്ന് കുറച്ച് തൈലം എടുത്ത് സിസ്റ്റത്തിലൊക്കെ പുരട്ടി, ഉപ്പും അവിടെ ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ടു. എന്നിട്ട് കുറച്ച് ടൈം ഉണ്ടായിരുന്നു എക്സാമിന് മുന്നേ. അപ്പോൾ എനിക്കൊരു കൊന്തയും അവിടെ നിന്ന് ചൊല്ലാൻ പറ്റി. എന്നിട്ട് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. കുഴപ്പമില്ലാത്ത എക്സാം, അധികം ടഫും അല്ല എന്നാൽ അധികം ഈസിയുമല്ല. അങ്ങനെ എക്സാം കഴിഞ്ഞ് ഞാൻ ആൻസർ കീ നോക്കിയില്ല. ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു. ഞാൻ ഉടമ്പടി എടുത്തല്ലേ, എന്തായാലും എനിക്ക് മാതാവ് തരും. കാരണം എനിക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ മാതാവ് എനിക്ക് പിന്നെ ഇപ്പം നമ്മൾ ഉടമ്പടി എടുത്തതിന് ശേഷം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഞാൻ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഹസ്ബൻഡ് ഒരു മടിയും കൂടാതെ അതിന് എൻ്റെ കൂടെ തന്നെ നിൽക്കും, എല്ലാ സപ്പോർട്ടിനും. അപ്പം ഞാൻ പറയും, മാതാവ് എനിക്ക് PG കിട്ടിയാൽ അത്യാവശ്യം നല്ല സ്റ്റൈപ്പൻഡ് ഉണ്ട്, എനിക്ക് ആ പൈസയിൽ നിന്ന് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് 3 വർഷം PGക്ക് പഠിക്കണം, കിട്ടും. ഞാനൊരു ഹോമിയോ ഡോക്ടറാണ്. അപ്പോൾ PG കിട്ടിയാലേ എനിക്ക് സാധ്യതകൾ മുന്നോട്ടുള്ളൂ എന്ന് ഞാൻ എപ്പോഴും മാതാവിനോട് പറയും. അങ്ങനെ എക്സാം കഴിഞ്ഞു. ഞാൻ ഉടമ്പടി നിബന്ധനകൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ കാത്തുകൊണ്ട് മുന്നോട്ട് പോയി. ആൻസർ കീ നോക്കുന്നില്ലായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ 5000 പേര് എഴുതുന്ന എക്സാമാണ്. അപ്പോൾ അതിൽ കേരളത്തിൽ 60 താഴെ സീറ്റുള്ളൂ, ഓൾ ഇന്ത്യയിൽ 300-ൽ താഴെ സീറ്റുള്ളൂ. പക്ഷേ എനിക്ക് റാങ്ക് 300-ന് താഴെ കിട്ടണം. പക്ഷേ എനിക്ക് റാങ്ക് 636 കിട്ടില്ല. 100% മാനുഷികമായി നോക്കിയാൽ കിട്ടില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര ഷോക്കായിപ്പോയി. ഭയങ്കര വിഷമിച്ച് ഞാൻ റൂമിലിരിക്കുവാണ്. അപ്പോൾ ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്, പക്ഷേ എന്തു പറ്റി ഇങ്ങനെ? അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, മുന്നോട്ട് പ്രാർത്ഥിക്ക്, കലപ്പയിൽ കൈവച്ചാൽ പിന്തിരിഞ്ഞ് നോക്കണ്ടെന്നല്ലേ, മാതാവ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ പ്രാർത്ഥനയിൽ ഞാൻ പിന്തിരിഞ്ഞില്ല. ഞാൻ പറയും, എന്തായാലും അഡ്മിഷനൊന്നും തുടങ്ങിയില്ലല്ലോ, മാതാവ് അത്ഭുതം പ്രവർത്തിക്കും. അച്ഛൻ എപ്പോഴും ധ്യാനത്തിൽ പറയാറുണ്ട്, നിങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി അസാധ്യമായ കാര്യങ്ങൾ പ്രാർത്ഥിക്കണം. 636 റാങ്കുള്ള എനിക്ക് PGക്ക് അഡ്മിഷൻ കിട്ടുന്ന അസാധ്യമാണ്. അത് ഇപ്പം ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് കിട്ടില്ലെന്നറിയാം, അസാധ്യമായ കാര്യമാണ് 100%. പക്ഷേ ഞാൻ ആ ഹോപ്പ് വിട്ടില്ല. മാതാവ് ഉണ്ടല്ലോ, മാതാവ് എനിക്ക് നടത്തി തരും. അപ്പം എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ 1.5 വയസ്സുണ്ട്. അപ്പോൾ ആ കുഞ്ഞ് എന്നെ നോക്കി ഓരോ കാര്യങ്ങൾ കാണിക്കുന്ന പോലെ ഞാൻ മാതാവിനോട് നോക്കിയിട്ട് പറയും, മാതാവ് എനിക്ക് അമ്മയാണുള്ളത്, അമ്മയുടെ കുഞ്ഞിനെ പോലെ എൻ്റെ ആവശ്യങ്ങളിൽ മാതാവ് ഇടപെടണം. എനിക്കിപ്പോൾ ഈ PG കിട്ടിയില്ലേലും മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവണം എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട്. മാതാവിൽ നിന്നും തിരുക്കുമാരിൽ നിന്നും ഒരിക്കലും അകലാൻ എനിക്കിടയാവരുത്. എപ്പോഴും ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ജീവിതാവസാനം വരെ എനിക്ക് മുന്നോട്ട് പോകണം. നിങ്ങൾ മതി എനിക്ക് കൂടെ എന്ന് ഞാൻ പറയുമായിരുന്നു. എനിക്കിത് സീറ്റ് തരണമെങ്കിൽ മാതാവ് തരിക, പക്ഷേ ഞാൻ ഹോപ്പ് കൈവിട്ടില്ല. അങ്ങനെ അഡ്മിഷൻ്റെ അലോട്ട്മെൻറ്റ് ഓപ്ഷൻസൊക്കെ വെച്ചു, ഞാനും ഓപ്ഷൻസ് എല്ലാം വെച്ചു. അപ്പം ഞാൻ പഠിച്ചത് മുമ്പ് കോഴിക്കോടാണ്. അപ്പം ഈ PGയും എനിക്ക് കോഴിക്കോട് തന്നെ കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. ഒരു കേരളത്തിൽ LC, ഞാൻ ലാറ്റിൻ കാത്തലിക്കാണ്, ഒരു സീറ്റ് റിസർവേഷനുണ്ട്. പക്ഷേ അത് 200 ബിലോ ഉള്ളവർക്ക്, അല്ലെങ്കിൽ കൂടിപ്പോയ 300 ബിലോ ഓൾ ഇന്ത്യ റാങ്ക് ഉള്ളവർക്ക് അത് കിട്ടുള്ളൂ. അങ്ങനെ ഓപ്ഷൻസ് വെച്ചു. ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആയി. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 233 റാങ്കുള്ള കുട്ടിക്ക് LC റിസർവേഷനിൽ കിട്ടി. എൻ്റെ വഴികളൊക്കെ അടഞ്ഞു, ഇനി എനിക്ക് കിട്ടില്ല. അപ്പം എൻ്റെ അതേ റാങ്കുള്ളവരൊക്കെ ഇനിയും നെക്സ്റ്റ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് കോച്ചിങ്ങിനൊക്കെ കയറി. അപ്പോൾ ഞാനും ഇപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞപ്പോൾ കിട്ടിയില്ലെങ്കിൽ കോച്ചിങ്ങിന് കയറാമെന്നൊക്കെ എല്ലാവരും പറഞ്ഞ് നിൽക്കുന്ന ടൈമിലും ഞാനും ഹസ്ബൻഡും മാതാവിൻ്റെ കൂടെ ചേർന്ന് നിന്നു. 4ാമത്തെ പുതുക്കലിൽ ഞാനിവിടെ വന്നു. എന്നിട്ട് ഞാൻ മാതാവിനെ ഇങ്ങനെ നോക്കി നിന്നു. എന്നിട്ട് മാതാവിൻ്റെ ഒരു ഇടപെടൽ എനിക്ക് ഉണ്ടാകണം. എൻ്റെ ത്രൂ ഔട്ട് മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തതാണ്. മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, 25-ാം തീയതി റാലിയാണല്ലോ മാതാവേ, അതിന് മുന്നേ താങ്ക്ഫുള്ളായിട്ട് ഒരു നന്ദിയോടെ എനിക്ക് ആ റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കണം.
ആദ്യമായിട്ടാണ് റാലിയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ 24-ാം തീയതി വൈകിട്ട് പ്രൊവിഷണൽ ലിസ്റ്റ് ഇട്ടു, സെക്കൻഡ് അലോട്ട്മെൻറ്റ്. ആ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അത്ഭുതകരമായിട്ട് എനിക്ക് എൻ്റെ മുന്നേ ഉള്ള കുട്ടി, അതായത് LC റിസർവേഷനിൽ കിട്ടിയ കുട്ടിക്ക് മെറിറ്റ് സീറ്റിലേക്കും കിട്ടി. ആ ഒഴിവിലേക്ക് എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കോഴിക്കോട് ഹോമിയോ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. അത് ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്നിട്ട് ആ ഒരു ടൈമിൽ ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്തായാലും എൻ്റെ ഡേറ്റ്, ഞാൻ റാലി പങ്കെടുത്തിട്ടേ പോയി ജോയിൻ ചെയ്യുള്ളൂ. വിത്തിൻ 4 days നമ്മൾ പോയി ജോയിൻ ചെയ്യണമെന്നാണല്ലോ. അങ്ങനെ ഞാൻ 25-ാം തീയതി റാലിയിൽ പങ്കെടുത്തതിന് ശേഷം ഞാൻ ജപമാല ചൊല്ലി റാലിയിൽ പങ്കെടുത്തു. അതിനുശേഷം 27-ാം തീയതി ഞാൻ പോയി കാലിക്കറ്റിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ പഠിച്ചിരുന്ന എൻ്റെ ബാച്ചിൽ പഠിച്ച് മുമ്പ് PG കിട്ടിയവരൊക്കെ പറഞ്ഞു, ഇപ്രാവശ്യം എല്ലാവർക്കും അഡ്മിഷൻ കിട്ടിയത് എന്തൊരു മിറാക്കിളാണല്ലേ, ഈ ഇത്രയും റാങ്ക് താഴെയുള്ളവർക്കൊക്കെ അഡ്മിഷൻ കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് സാധ്യമായത്, ഇത് അസാധ്യമായ കാര്യമാണ്. അത് സാധ്യമാക്കി തന്ന പൊന്നു മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ട് വരാനൊരു 3 മാസം ഗ്യാപ്പുണ്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഒരു നല്ല ഡോക്ടറിൻ്റെ കീഴിൽ എനിക്കൊരു 2-3 മാസമെങ്കിലും ഒരു എക്സ്പീരിയൻസ് കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആലപ്പുഴയിൽ തന്നെ ഒരു ബെസ്റ്റായിട്ടുള്ള ഡോക്ടറിനെ പോയി കാണുകയും സാർ എന്നെ സാറിൻ്റെ കൂടെ ഒരു എക്സ്പീരിയൻസിനായിട്ട് ഇരുത്തുകയും ചെയ്തു. അതും മാതാവിൻ്റെ വലിയ കൃപയാലാണ്. അതോടൊപ്പം തന്നെ ഈ ഞാൻ വെച്ച 6 നിയോഗങ്ങളിൽ എൻ്റെ ആദ്യത്തെ നിയോഗമായിരുന്നു ഇത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും മാതാവിൻ്റെ വലിയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം സാധ്യമായതിനു ശേഷം എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം എല്ലാ മാസവും ഞാനിവിടെ വന്ന് പത്രം വാങ്ങിക്കും. എന്നിട്ട് ഞാനും ഹസ്ബൻഡും കൂടെയാണ് എല്ലാ വീടുകളിലും, അത് ക്രിസ്ത്യൻസ് ആണെങ്കിലും നോൺ ക്രിസ്ത്യൻസ് ആണെങ്കിലും ഞങ്ങൾ 2 പേരും കൂടെ കൊണ്ട് ചെന്ന് കൊടുക്കുമ്പോൾ ആദ്യമൊക്കെ നമുക്കറിയാവുന്നവർക്കായിരുന്നു കൊടുക്കുന്നത്. 4ാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു നമുക്ക് സ്ട്രേഞ്ചേഴ്സ് ആയവർക്കൊക്കെ കൊണ്ട് കൊടുക്കണം. അങ്ങനെ ഞങ്ങളിപ്പോൾ ഏതെങ്കിലും ലാബിലോ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ തൊട്ടടുത്തിരിക്കുന്നവർക്ക് കൊടുക്കും. പിന്നെ കൃപാസനത്തെക്കുറിച്ച് പറയാനുള്ള ആദ്യമൊക്കെ അങ്ങനെ കൃപാസനത്തെക്കുറിച്ച് പറയാനൊരു മടിയായിരുന്നു. പക്ഷേ പിന്നെ അതിനുള്ളൊരു ധൈര്യം കിട്ടി. അവരെങ്ങനെ എടുത്താലും ദൈവത്തെക്കുറിച്ച് പറയാൻ പറ്റുമല്ലോ, കൃപാസനത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയാൻ പറ്റുമല്ലോ. അങ്ങനെ ആ ധൈര്യത്തോടെ മറ്റുള്ളവരോട് മാതാവിനെക്കുറിച്ച് പറയുവാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഫുഡിന് എവിടെയെങ്കിലും ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോൾ ആർക്കെങ്കിലും ഭക്ഷണത്തിനായിട്ട് ആരെങ്കിലും ഇരിക്കുന്ന കണ്ടാൽ, അവർക്ക് പൈസ ഇല്ലെന്ന് കണ്ടാൽ ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്ന് ചോദിച്ചാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം എനിക്ക് സ്വന്തമായിട്ട് ഏണിങ് ഇല്ല. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് അപ്പോൾ തന്നെ തരും, ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ മാതാവിനോട് പറയും, മാതാവേ ഇനി അടുത്ത വട്ടം എനിക്ക് എൻ്റെ ഏണിങ്ങിൽ കൊടുക്കാൻ സാധിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഞാനിപ്പോൾ എന്തെങ്കിലും നമുക്ക് ഡ്രസ്സോ എല്ലാം എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കുന്ന ടൈപ്പായിരുന്നു. പിന്നീട് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇപ്പം എൻ്റെ ഡ്രസ്സാണെങ്കിലും കുഞ്ഞിന് ഇപ്പം മാമോദീസയ്ക്കും ബർത്ത്ഡേക്കൊക്കെ കിട്ടിയ എക്സ്ട്രാ ഉള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ സൂക്ഷിച്ച് വെക്കാതെ എക്സ്ട്രാ ഉള്ളതെടുത്ത് പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ കയ്യിലെത്തുന്ന രീതിയിൽ ഓരോ വിശ്വസിച്ച് നമുക്ക് ഏൽപ്പിക്കാൻ പറ്റുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയിൽ കൊണ്ട് ഞാൻ ഹസ്ബൻഡും കൂടെ കൊണ്ടുചെന്ന് കൊടുക്കുമായിരുന്നു. പിന്നീട് എനിക്ക് ജപമാല, ഇപ്പോൾ ഒരു ദിവസം ഞാൻ ഒരു ജപമാല മസ്റ്റായിട്ട് പണ്ട് മുതലേ ചൊല്ലും. പക്ഷേ മാക്സിമം ജപമാല ചൊല്ലണം. 1000 ജപമാല എന്നെക്കൊണ്ട്, ഇപ്പോൾ കുട്ടിയുണ്ട് പഠിക്കണം, എന്നാലും നമ്മൾ സന്ധ്യപ്രാർത്ഥന ചൊല്ലുന്നതല്ലാതെ എക്സ്ട്രാ ജപമാലകൾ ചൊല്ലണം, എന്നിട്ട് അതുകൊണ്ടൊരു മാല ഉണ്ടാക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ ഓരോ ദിവസവും ഇപ്പം ട്രാവൽ ചെയ്യുമ്പോൾ, ഞാൻ ക്ലിനിക്കിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ജപമാല എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാകും. അങ്ങനെ ഞാൻ ഓരോ ജപമാല ചൊല്ലി ഒരു പേപ്പറിൽ ഐ ലവ് യു ജീസസ്, ആവേ മരിയ എന്നെഴുതി മടക്കി വിടും. അതൊരു 1000 ആക്കി ഒരു മാല ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം. ഇപ്പം ഒരു 600+
ജപമാലകളായിട്ടുണ്ട്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിലും ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തിട്ട് ഞാൻ ആദ്യം ചെയ്തത് എന്നോട് വല്ലവർക്കും ദേഷ്യം ഉണ്ടതായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ ചെന്ന് ഫോൺ വിളിച്ചു, അവരോട് സംസാരിച്ചു, അവരെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ എനിക്ക് പറ്റി, ക്ഷമിക്കാൻ പറ്റി. മറ്റുള്ളവർക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ഞാൻ അവരോട് ചെന്ന് മിണ്ടാൻ പറ്റി. പിന്നെ ദൈവം തരുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ പറ്റി, ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് പറ്റി. നമ്മുടെ എക്സ്പീരിയൻസിലൂടെ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് എനിക്ക് അടുപ്പിക്കാൻ പറ്റി, മറ്റുള്ളവരുടെ വേദനകൾ കേൾക്കാൻ പറ്റി. ഇപ്പം ഞാൻ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ മറ്റുള്ളവർക്ക് പണ്ട് നമ്മുടെ സ്വന്തം കാര്യം ചെയ്ത് വീട്ടിൽ വരിക, പക്ഷെ ഇപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന ആരെങ്കിലും ചുറ്റിലുണ്ടോ എന്ന് നോക്കൂ. അങ്ങനെ ഒരു തുറവി ദൈവം തന്നു. നമ്മളെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകൾ മറ്റുള്ളവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നീട് ഒരുപാട് കുറവുകൾ എൻ്റെ ലൈഫിലുണ്ടെങ്കിലും കുമ്പസാരിക്കണം, ഒരു തെറ്റ് ചെയ്താൽ പോയി കുമ്പസാരിച്ച് ദൈവത്തോട് അടുക്കണമെന്നൊരു തോന്നലുണ്ടായി. എപ്പോഴും കുമ്പസാരിക്കാനായിട്ട് 2 ആഴ്ച പറ്റിയില്ലെങ്കിൽ 1 മാസത്തിലൊരിക്കലെങ്കിലും പോയി കുമ്പസാരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും. ഈ അനുഗ്രഹങ്ങൾ നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ബാംഗ്ലൂർ ഹൊങ്കസാന്ദ്ര ഹോളി ഫാമിലി ചേർച്ച് ഇടവകയിൽ നിന്ന് വരികയാണ്. ഇതെൻ്റെ അമ്മയാ. ദൈവത്തിനും മാതാവിനും 1000 നന്ദി. സോ ഞാൻ 2023 ആദ്യമായിട്ട് ഞാൻ പേഴ്സണലി ഉടമ്പടി എടുക്കുന്നത്. അതുവരെ എൻ്റെ അമ്മയായിരുന്നു പള്ളിയിലെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും കുറച്ച് കൂടുതൽ ആക്റ്റീവായിട്ട് നിന്നേച്ചത്. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു ഫാഷൻ ഡിസൈനറാണ്. സോ 2017 അത്ഭുതകരമായിട്ട് പ്രാർത്ഥിച്ച് നിഫ്റ്റിൽ അഡ്മിഷൻ കിട്ടിയതായിരുന്നു എനിക്ക്. അതും ഓൾ ഇന്ത്യ റാങ്ക് ഓൾമോസ്റ്റ് ഒരു 42 റാങ്കിൽ കിട്ടി. നിഫ്റ്റ് ബാംഗ്ലൂരിൽ ജോയിൻ ചെയ്തു. സോ അതുവരെ അത്യാവശ്യം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ബാംഗ്ലൂർ ചെന്നതുകൊണ്ടും പിന്നെ എൻ്റെ പിഒ പ്രഷറും കാര്യങ്ങളുമൊക്കെ ആയതുകൊണ്ടും കുറച്ചൊന്ന് പ്രാർത്ഥനയിൽ നിന്ന് മാറിയുള്ളൊരു ലൈഫായിരുന്നു. അത് കഴിഞ്ഞ് 2021 ഗ്രാജുവേറ്റായി കഴിഞ്ഞിട്ടും ഓൾമോസ്റ്റ് ഒരു കുറച്ച് നാളത്തേക്ക് അത്ര വിശ്വാസ ജീവിതമല്ലായിരുന്നു ആദ്യത്തെ കുറച്ച് നാളുകൾ. സോ ഗ്രാജുവേറ്റ് ആയ സമയത്ത് തന്നെ ഒരു ആക്സിഡൻറ്റ് പറ്റി. പിന്നെ സാധാരണ ഞങ്ങളുടെ ബാച്ച്മേറ്റ്സൊക്കെ ആണെങ്കിലും ഓൾമോസ്റ്റ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴായിരുന്നെങ്കിലും എനിക്ക് ഒരു സ്റ്റാർട്ടപ്പ് ഫേമിലായിരുന്നു ജോലി ചെയ്യേണ്ടി വന്നത് ആദ്യത്തെ കുറച്ച് നാളുകൾ. അപ്പോഴും അമ്മ പ്രാർത്ഥനയിലുണ്ടായിരുന്നു, പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെയും ആ പഴയ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തന്നെ പാർട്ടീസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. പിന്നെ ആദ്യത്തെ ഒരു ഹിറ്റ് ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2023 സോ സ്റ്റാർട്ടപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു ക്രാഷ് ഉണ്ടായി. സ്റ്റാർട്ടപ്പിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നു. സോ അവർക്കാണെങ്കിലും ആ ഒരു കമ്പനി കുറച്ച് ലോസിലായിപ്പോയി. എന്നിട്ട് റിസൈൻ ചെയ്യേണ്ടി വന്ന സമയത്ത് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ലൈക്ക് എ ഹാർഡ് ടൈം ഫോർ മീ. കാര്യം എന്താ പറയുക, എൻ്റെ കൂടെ ഇറങ്ങിയവരൊക്കെ ഓൾമോസ്റ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരും വലിയ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സിലൊക്കെ ഓൾറെഡി വർക്ക് ചെയ്യുകയാണ്. അപ്പോഴാണ് ആദ്യമായിട്ട് അമ്മ എന്നെ നിർബന്ധിക്കുന്നത്. കാര്യം ഞാൻ കൂടുതലും എന്താ പറയുക, ആ ഒരു പ്രായത്തിൻ്റെ ഇതിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ല് ചെയ്ത് അങ്ങനെ ഉള്ളൊരു ലൈഫായിരുന്നു. അപ്പോൾ ആദ്യം അമ്മ ഇതേപോലെ ഒന്ന് ഉടമ്പടി എടുത്ത് നോക്കുക. അപ്പോൾ എനിക്കും ബുദ്ധിമുട്ടായിരുന്നു, കാര്യം ഉടമ്പടി പാലിക്കുന്നതും. സോ അത്യാവശ്യം പ്രാർത്ഥന പള്ളിപ്പോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഉടമ്പടി പാലിക്കുന്നത് അതും അതിൻ്റെ നിബന്ധനകളും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു ഭയങ്കര പാടുപോലെ തോന്നിയായിരുന്നു. എന്നാലും അമ്മ പറഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുത്തു 2023. സോ 2023 ഉടമ്പടി എടുത്ത് അപ്പോൾ തന്നെ അടുത്ത കമ്പനിയിൽ നിന്ന് ഇതേപോലെ
ജോലിക്ക് വിളിക്കുമായിരുന്നു. ഇൻ്റർവ്യൂക്ക് ചെന്നു. ഇൻ്റർവ്യൂവിന് ചെന്ന് സീനിയർ മാനേജ്മെൻറ്റുമായിട്ടായിരുന്നു ഇൻ്റർവ്യൂ. ക്രാക്ക് ചെയ്തു. ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്ത് അവിടെ സഫാരി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്, സോ അത് UAE നമ്മുടെ ലുലു ഒക്കെ പോലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. സോ മോൾസ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ്സ് ആണ് അവരുടെ മെയിൻ ബിസിനസ്. അവരുടെ 3 ഫാഷൻ ബ്രാൻഡ്സ് ആ ഒരു സമയത്ത് ലോസിൽ, കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് ലോസിൽ റൺ ചെയ്തുകൊണ്ടിരുന്ന ഫാഷൻ ബ്രാൻഡ്സ് പ്രോഫിറ്റിലേക്ക്, അതും ഓൾമോസ്റ്റ് ഒരു 3x പ്രോഫിറ്റിലേക്ക് റീബ്രാൻഡ് ചെയ്ത് കയറ്റിക്കൊണ്ടുവരാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് സോ എനിക്കും ആ ഒരു കരിയറിൽ ഗ്രോത്ത് വേണമെന്ന് ഒബ്വിയസ്ലി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഉടമ്പടി എടുത്ത് ഭയങ്കര ഒരു ഭാഗ്യം പോലെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ലീഡിങ് ഫാഷൻ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള മിന്ത്രയിൽ ജോബ് കിട്ടി. മിന്ത്രയിൽ സീനിയർ ഫാഷൻ ഡിസൈനറായിട്ടായിരുന്നു ആദ്യം ജോബ് കിട്ടിയിരുന്നത്. അതും ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മെല്ലെ മാനേജർ ലെവലിലേക്ക് കയറി. എല്ലാം അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ റൺ ചെയ്യുമായിരുന്നു. സോ എനിക്കും ഐ വാസ് എ റിയലി ആംബിഷ്യസ് ഗായ്. അപ്പോൾ എനിക്കപ്പോഴും എന്താ പറയുക, കരിയറിൽ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ കൂടുതൽ ചോദിക്കാൻ തുടങ്ങി, പ്രാർത്ഥനയിൽ നിന്നുകൊണ്ട് തന്നെ. അപ്പം മിന്ത്രയിലുണ്ടായിരുന്ന സമയത്താണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് ഡെയിലി കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പറ്റുമ്പോഴൊക്കെ കുമ്പസാരിക്കും. പിന്നെ കുർബാന മുടക്കാറില്ലായിരുന്നു. സോ രാവിലെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളിയുള്ളത്. അപ്പോൾ രാവിലെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയി അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് വെച്ചാൽ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ആ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് പിന്നെയും പോയി തുടങ്ങി. അപ്പോൾ അത് ദൈവമായിട്ട് തന്നെ ഒരു പണി തന്നതുപോലെ അവിടുത്തെ ഒരു മാനേജ്മെൻറ്റ് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആകാൻ തുടങ്ങി. സോ അതുവരെ ഓൾ ഡേയ്സ് വർക്ക് ഫ്രം ഹോം കിട്ടിക്കൊണ്ടിരുന്ന എനിക്ക് അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ വരണം, പിന്നെ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. സോ അപ്പോൾ എനിക്കാണെങ്കിലും എന്താ പറയുക, സോ ഓൾറെഡി ഓൾമോസ്റ്റ് ഒരു 1.5 years അവിടെ വർക്ക് ചെയ്തു എന്നുള്ളൊരു ഇതിൽ ഞാനും കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആയി. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് റെസിഗ്നേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് ആണ് കുറച്ച് ഹാർഡ് ടൈംസ് പോലെ ജോബ് ഹണ്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ പിന്നെയും കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. പിന്നെയും ഉടമ്പടി എടുത്തു. ഇവിടെ കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഗ്രൂപ്പ്സ് ആയിട്ടുള്ള ലുലു ഗ്രൂപ്പിൽ വർക്കിന് കയറി. അതും ലുലുവിൻ്റെ റിയോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ. സോ അവർ മാക്സ് ഒക്കെ പോലെ അബുദാബി മിഡിൽ ഈസ്റ്റ് GCC കൺട്രീസിൽ അത്യാവശ്യം ഹിറ്റായിട്ടുള്ളൊരു ഫേമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇന്ത്യൻ എക്സ്പാൻഷൻ ടീമിൽ കയറി പറ്റാൻ പറ്റി. അതും നല്ല ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ വർക്ക് ഡേയ്സ് 6 days a week, അതും ഫാമിലി ബാംഗ്ലൂർ, ഞാനിവിടെ. അപ്പോൾ കാര്യങ്ങൾ അത്ര സ്മൂത്തായിട്ടായിരുന്നില്ല റൺ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ വേറെ മേഖലയിൽ ഭയങ്കര വിചാരിക്കാത്ത ഒരു അനുഗ്രഹം തന്നെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ പക്ഷേ എന്നാലും ആ ഒരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് തീരെ ഇല്ലായിരുന്നു. അപ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ബാച്ച്മേറ്റ്സിനേലും ഒരു 1 step ahead അതും ഉണ്ടായിരുന്നു. സോ ഞാനെപ്പോഴും അമ്മയുടെ അടുത്ത് പറയുമായിരുന്നു, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ഇറ്റ്സ് എ റാറ്റ് റേസ്, അല്ലെങ്കിൽ ലൈക്ക് കോർപ്പറേറ്റിൽ പറയുന്ന പോലെ ഇഫ് ഇറ്റ്സ് എ റേസ് കൈൻഡ് ഓഫ് എ തിങ്, ബാക്കിയുള്ളവർ ആദ്യം മുന്നേ പോയിക്കൊണ്ടിരുന്ന വെച്ചെങ്കിലും ഇപ്പോൾ ദൈവം സഹായിച്ച്, ലൈക്ക് ഈവൻ ദോ ഇനീഷ്യൽ ഫ്യൂ ഇയേഴ്സ് ഒരു ടഫ് ടൈം ആയിരുന്നെങ്കിലും ഒരു ഷോർട്ട് കട്ടിൽ കൂടെ മുന്നേൽ എത്തിക്കുന്ന പോലെ ആയിരുന്നു എൻ്റെ ലൈഫിലുണ്ടായിരുന്നത്. സോ അത് കഴിഞ്ഞ് ലുലുവിൽ വന്നപ്പോൾ അതൊരു പോസ് പോലെ ആയിരുന്നു. സോ ഹാർഡ് ടൈംസ്, അങ്ങനെ 6 days a week വർക്ക് പാറ്റേൺ ഒക്കെ. കാര്യം ഇത്രയും നാൾ വർക്ക് ഫ്രം ഹോമിൽ അത്യാവശ്യം കംഫർട്ട് സോണിൽ നിന്ന് വെച്ചാൽ എനിക്ക് 6 days a week ഒരു കുറച്ച് ഹാർഡ് ടൈം ആയിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെയും വർക്കിന് നോക്കി. സോ ഇതുവരെ എനിക്കൊരു അഹങ്കാരം പോലെ ഉണ്ടായിരുന്നത്, ടു ബി ഫ്രാങ്ക്. സോ ഞാൻ ഇതുവരെ അപ്ലൈ ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നൊന്നും റിജക്ഷൻസ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ഞാൻ എന്താ പറയുക അപ്ലൈ ചെയ്തു തുടങ്ങി. അമ്മ നല്ല പ്രാർത്ഥന ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു സമയത്ത് എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകാനൊന്നും പറ്റുന്നുണ്ടായില്ല. സോ അപ്ലൈ ചെയ്തു തുടങ്ങി. ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന എല്ലാ സ്ഥലത്തും
ഫൈനൽ റൗണ്ട് വരെ എത്തും, റിജക്റ്റ് ആവും. സോ ഓൾമോസ്റ്റ് ഒരു 5-6 കമ്പനീസെങ്കിലും ഫൈനൽ റൗണ്ട് വരെ എത്തും, എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഹോൾഡ് ആവും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഐ വാസ് ലൈക്ക് ഇതെന്ത് പറ്റി? ഇത് കാര്യം ഇതുവരെ ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസിലാണെങ്കിലും ലാസ്റ്റ് ഞാനായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ അല്ലാണ്ട്, എന്ന് വെച്ചാൽ ഞാനായിട്ട് ചൂസ് ചെയ്യുന്നതല്ലാണ്ട് ഇതുവരെ ഇങ്ങോട്ട് റിജക്ഷൻസ് വന്നിട്ടുണ്ടായില്ല. കാര്യം അത്യാവശ്യം വർക്കിലും കാര്യങ്ങളിലും ഒക്കെ നല്ലതായിരുന്നു എന്നുള്ളൊരു അഹങ്കാരം എനിക്കും ഉണ്ടായിരുന്നു. എന്നിട്ട് സോ ബാക്ക് ടു ബാക്ക് റിജക്ഷൻസ് വന്ന് ഞാനും ഓൾമോസ്റ്റ് ശരിക്കും ഫ്ലിപ്പായി പോയി. കാര്യം ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നിട്ട് ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള രീതിക്ക് പിന്നെയും കൃപാസനത്തിൽ വന്നു, വീണ്ടും ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞിട്ടും അങ്ങനെ പ്രത്യേകിച്ച് പ്രകടമായിട്ടുള്ള ചേഞ്ച് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ശരിക്കും ഡെസ്പായി പോയി. കാര്യം ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് ഇപ്പോൾ കിട്ടുന്നില്ല. ഞാനും ശരിക്കും ഡൗട്ട് ചെയ്തു തുടങ്ങി. എന്നിട്ട് ഐ വാസ് ലൈക്ക് മൊത്തത്തിൽ ഹോപ്പ്ലെസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു നല്ലൊരു ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ മേജർ മെൻസ് വെയർ ബ്രാൻഡ്, നല്ല എമേർജിങ് ആയിട്ടുള്ള ബ്രാൻഡ് ആയിട്ടുള്ള, സോ അവിടെ നിന്ന് എനിക്കൊരു ഓഫർ വന്നായിരുന്നു. അപ്പോൾ ലാസ്റ്റ് റൗണ്ട് വരെ എത്തി ആസ് യൂഷ്വൽ. അതും കുറേ നാൾ വെയിറ്റ് ചെയ്ത്, എന്നിട്ട് അവർ തന്ന റിപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുമെന്ന്. അതിൽ എൻ്റെ ഉള്ള എല്ലാ ഹോപ്സും പോയി. ഞാൻ ലാസ്റ്റ് ഒരു പിന്നെയും ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ നിന്ന് കോൾ വന്നു, സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യാം എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ ഞാനത് എഗ്രി ചെയ്തിരുന്ന സമയത്താണ് വീണ്ടും ഉടമ്പടി റാലി വന്നത്. അപ്പോൾ റാലിയിൽ അമ്മ എന്നെ പോകാൻ വേണ്ടി വിളിക്കുന്നുണ്ടെങ്കിലും ഐ വാസ് ലൈക്ക് ഇല്ല, ഞാൻ ഓൾറെഡി ഉടമ്പടി എടുത്തതാണ്. സോ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ പോയിന്റ്. കാര്യം ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ഉടമ്പടിയിലെ നിബന്ധനകളൊക്കെ പാലിച്ചു, വേറെ കാര്യങ്ങൾ തെറ്റായിട്ടൊന്നും ചെയ്തൊന്നുമില്ല, എല്ലാം സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ടും എനിക്കങ്ങനെ ഒരു റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഇത് വന്നില്ല. സോ ഐ ഡോണ്ട് തിങ്ക് ഐ എം അപ്പ് ഫോർ ദിസ് എന്നുള്ളൊരു ഫേസിലായിരുന്നു ഞാൻ. അപ്പോൾ അമ്മ വാസ് ലൈക്ക് ഇല്ല, എന്തായാലും ഉടമ്പടി റാലിയിൽ നീ ഒന്ന് പങ്കെടുത്ത് നോക്ക്, അത്ഭുതം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ എന്നുള്ള ഇതിൽ ഞാൻ റാലിക്ക് പങ്കെടുത്തു. സോ കഴിഞ്ഞ തവണ റാലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇത്തവണ മനഃപൂർവ്വം തന്നെ ഞാൻ പോയി കംപ്ലീറ്റ് ചെയ്തു. ഐ വാസ് ലൈക്ക് ഞാൻ ചെയ്യേണ്ടത് ചെയ്യാം, എന്താ അവസ്ഥയെന്ന് നോക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. സോ സാറ്റർഡേ ആയിരുന്നു റാലി. മൺഡേ ഓഫീസിൽ ചെന്നപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഇതിൽ ഓൾമോസ്റ്റ് ഒരു ലാസ്റ്റ് റൗണ്ട് പോലെ ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. ദേ വർ ലൈക്ക് വി ആർ റെഡി ടു റോൾ ഔട്ട് ദി ഓഫർ ലെറ്റർ കാര്യങ്ങൾ. ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, ബിക്കോസ് അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു ജോബ് ഷിഫ്റ്റ് കിട്ടിയല്ലോ, തിരിച്ച് ബാംഗ്ലൂർ പോകാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോഴാണ് അവർ വിളിച്ചിട്ട് പറയുന്നത്, ലാസ്റ്റ് മിനിറ്റാണ് അവർ പറയുന്നത്, ബാംഗ്ലൂരിലെ ആ ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിലും 6 days a week വർക്കിംഗ് ആണെന്ന്. ഐ വാസ് ലൈക്ക്, അപ്പോൾ ഞാൻ പിന്നെയും ഡൗൺ ആയി. പിന്നെ മൺഡേ ഈവനിങ് ഞാൻ മെസ്സേജസ് എടുത്ത് നോക്കിയപ്പോൾ ആ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു എന്ന് പറഞ്ഞ കമ്പനി, എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നതും എൻ്റെ ആ ഒരു വൈബുമായിട്ട് മാച്ച് ആവുന്നതുമായിട്ടുള്ള ആ കമ്പനിയിൽ നിന്ന് അവർ പിന്നെയും മെസ്സേജ് ചെയ്തിരിക്കുന്നു, ആ ഒരു ഫൈനൽ റൗണ്ട് CEO ആയിട്ടുള്ള മീറ്റിംഗ് നമുക്ക് സ്കെഡ്യൂൾ ചെയ്താലോ എന്നുള്ള രീതിയിൽ. ഐ വാസ് ലൈക്ക് ഓക്കെ, നമുക്ക് നാളെ തന്നെ സ്കെഡ്യൂൾ ചെയ്യാം, കാര്യങ്ങൾ നമുക്ക് മൂവ് ഫോർവേഡ് ചെയ്യാമെന്ന് ഞാനും ഓക്കെ പറഞ്ഞു. എന്നിട്ട് സോ ഇത് സംഭവിക്കുന്നത് സാറ്റർഡേ റാലി കഴിഞ്ഞു, സൺഡേ കഴിഞ്ഞ് മൺഡേ ആണ് ഈ കോൾ വരുന്നത്. ഐ വാസ് സൂപ്പർ ഹാപ്പി, സൂപ്പർ എക്സൈറ്റഡ്. എന്നിട്ട് CEO ആയിട്ടുള്ള റൗണ്ട് കഴിഞ്ഞു. CEO ആയിട്ടുള്ള റൗണ്ട് ട്യൂസ്ഡേ ആയിരുന്നു. ട്യൂസ്ഡേ അമ്മ പറഞ്ഞായിരുന്നു ഇതേപോലെ മാതാവിൻ്റെ ദിവസം മോനെ ധ്യാനം നടക്കുന്ന ദിവസമല്ലേ, എന്തെങ്കിലും അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു. ഐ വാസ് ലൈക്ക് ഓക്കെ, നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ഞാനും നിന്നു. എന്നിട്ട് ട്യൂസ്ഡേ CEO മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. എന്നിട്ട് വെനസ്ഡേ അവരുടെ HR വിളിച്ചു. അവിടുത്തെ HR വിളിച്ചപ്പോഴും ആദ്യം ഒരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിലായിരുന്നു. കാര്യം അവർ പറഞ്ഞത് അവർക്ക് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉണ്ട്. സോ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പേ സ്കെയിൽ അവർക്ക് ആദ്യമേ റോൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല, ആദ്യത്തെ ഒരു 6 months കഴിഞ്ഞിട്ടേ റോൾ ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെയും
എന്താ പറയുക, ഒരു കുറച്ച് ഡൗൺ ആയിപ്പോയി. അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു. അമ്മ പറഞ്ഞു ഉടമ്പടി ഉൾപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അവരുടെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്ത് നോക്ക്. കാര്യം അതിന് മുന്നേ ഞാൻ നെഗോഷിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തു, ബട്ട് അവർ മാറുന്നുണ്ടായില്ല. പിന്നെ ഞാൻ ഉടമ്പടി ഉപ്പെടുത്ത് ജസ്റ്റ് കുറച്ച് നാക്കിൽ വെച്ചു. എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, ഒരു ലാസ്റ്റ് ട്രൈ എന്നുള്ളൊരു രീതിക്ക് അവരും പറഞ്ഞു. ഐ വാസ് ലൈക്ക് ഓക്കെ, ദേർ ഈസ് ഹോപ്പ് അറ്റ് ലീസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവർ വിളിച്ചിട്ട് പറഞ്ഞു ഓക്കെ, സീനിയർ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് സംസാരിച്ചു, ദേ ആർ ഓക്കെ ടു റോൾ ഔട്ട് സോ ആൻഡ് സോ എമൗണ്ട് ആസ് എ CTC. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ഐ എം സൂപ്പർ ഹാപ്പി. അപ്പോൾ അത് തന്നെ ഒരു വലിയ അത്ഭുതമായിരുന്നു. കാര്യം ഞാൻ ഉദ്ദേശിച്ച ഒരു ഫേമിൽ, ഉദ്ദേശിച്ച സ്ഥലത്ത്, ഉദ്ദേശിച്ച ദിവസങ്ങൾ, സോ 5 days a വീക്കാണ്, ആകെ 2 Saturdays മാത്രമേ വർക്കിംഗ് ഉള്ളൂ. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, സോ ഹാപ്പി. എന്നിട്ട് ഇന്നലെ ഡിസ്കഷൻസൊക്കെ കഴിഞ്ഞു. ബൈ എൻഡ് ഓഫ് ഫ്രൈഡേ അവർ ഓഫർ ലെറ്റർ റോൾ ഔട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ശരിക്കും അറിയുന്നത് ഈ എൻ്റെ ഹയറിംഗ് വാസ് ഫോർ എ സീനിയർ മാനേജർ പൊസിഷൻ. സോ ഞാൻ 2021 പാസ് ഔട്ട് ആയത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് മാക്സിമം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ബാച്ചിലർ ഓഫ് ഡിസൈൻ കഴിഞ്ഞ് മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാലും മാക്സിമം ഒരു അസിസ്റ്റൻറ്റ് മാനേജർ പൊസിഷൻ മാത്രമേ കിട്ടത്തുള്ളൂ. കൂടിപ്പോയാൽ ജസ്റ്റ് ഡിസൈൻ മാനേജർ, ആ ഒരു പൊസിഷനിൽ മാത്രമേ കൂടിപ്പോയാൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ വെൻ ഐ സോ ദി ഓഫർ ലെറ്റർ, അതിനകത്ത് മെൻഷൻ ചെയ്തേച്ചത് സീനിയർ മാനേജർ പൊസിഷൻ എന്നായിരുന്നു. അതും ഇത്ര വലിയൊരു പാൻ ഇന്ത്യ സ്കെയിലുള്ളൊരു ഫാഷൻ ഡിസൈൻ ഫേമിൽ സീനിയർ മാനേജർ പൊസിഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ആൻ ഈസി ടാസ്ക്. ഒരു 8 to 12 years എക്സ്പീരിയൻസ് എങ്കിലും മിനിമം ഉള്ള ഒരാൾക്ക്, അതും അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ആ ഒരു സീനിയർ മാനേജർ പൊസിഷനിൽ കയറാൻ പറ്റത്തുള്ളൂ. ആൻഡ് ആ ഒരു ഓഫർ ലെറ്ററും കൂടെ കണ്ടപ്പോൾ ഐ വാസ് ടോട്ടലി ഷോക്ക്ഡ്. ആൻഡ് മാതാവിന് നന്ദി പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. സോ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനും അമ്മയും, സോ ബേസിക്കലി ഞാൻ ബാംഗ്ലൂർ പോകുന്ന സമയത്ത് അമ്മയായിട്ട് പോകാറുണ്ടായിരുന്നു. സോ അമ്മ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വെനസ്ഡേയും അവിടെ ഒരു ക്യാൻസർ സെൻ്റർ ഉണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്, നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോലത്തെ അവിടെ കിഡ്വായി എന്ന് പറഞ്ഞിട്ടൊരു ക്യാൻസർ സെൻ്റർ ഉണ്ട്. സോ അവിടെ ഈ കുഞ്ഞു പിള്ളേർക്ക്, ക്യാൻസർ ബാധിച്ച പിള്ളേർക്ക് രാവിലെ ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. സോ അവരൊട്ടും ഏബിളായിട്ടുള്ള ഫാമിലിയിൽ നിന്ന് ആയിരിക്കത്തില്ല. അപ്പോൾ അവർ അമ്മയുടെ കൂടെ ഞാനും പോകുമായിരുന്നു ആ ഒരു സമയത്ത് ബാംഗ്ലൂർ വരുമ്പോഴൊക്കെ. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ ചെന്നിട്ടാണെങ്കിലും ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് പത്രം കൊടുക്കാൻ പോവുമായിരുന്നു. പിന്നെ കഴിയുമ്പോഴൊക്കെ കുർബാനയ്ക്ക് മാക്സിമം, സോ ഇവിടെ എറണാകുളത്ത് വന്നു കഴിഞ്ഞിട്ട്, സോ രാവിലെ 7:30 to 7 ആണ് വർക്കിംഗ് അവേഴ്സ്. അപ്പോൾ എനിക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു കുർബാനയ്ക്ക്. കാര്യം ഏർലി ഇൻ ദ മോർണിംഗ് എണീറ്റ് പോയിട്ട് പിന്നെ മൊത്തത്തിൽ എക്സോസ്റ്റഡ് ആവുമായിരുന്നു. പക്ഷേ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്തൊക്കെ എല്ലാ ദിവസവും തന്നെ കുർബാനയ്ക്ക് മുടങ്ങാണ്ട് പോകുമായിരുന്നു, കുടുംബ പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു, കൊന്ത ചൊല്ലുമായിരുന്നു. അതേപോലെ ഉടമ്പടി ഒക്കെ ആണെങ്കിലും പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുമായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു മോനുമായിട്ട് ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ വിശുദ്ധ സ്ഥലത്ത് നിൽക്കണമെന്നുള്ളത്. അതിന് കാരണമുണ്ട്. കാരണം 2017 ഞങ്ങൾ ഇവിടെ ഒരു തങ്കിപ്പള്ളിയിലൊരു കല്യാണത്തിന് വന്നതാണ്. അപ്പോഴത്തേക്കായിരുന്നു മോന് നിഫ്റ്റിലെ അഡ്മിഷൻ്റെ ടൈമായിരുന്നു. അപ്പം ശരിക്കും ഞങ്ങളുടെ ഫാമിലി ഏറ്റവും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു അവസരമായിരുന്നു. ഹസ്ബൻഡിന് വയ്യാതിരിക്കുന്ന ഒരു രോഗമൊക്കെ ആയിട്ടിരിക്കുന്ന. അപ്പം ആദ്യം ഇവിടെ വന്ന് വേറൊരാൾ നേർന്നിട്ട് അത് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അന്നേരം ഞാൻ ഉടമ്പടിയൊന്നും എടുത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്തത്. ആ സമയത്ത് മോൻ നിഫ്റ്റിൽ കയറുന്നതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞത് അതാ, മാതാവെ തടസ്സമൊന്നും ഇല്ലാതെ ഈ കോഴ്സ് പൂർത്തിയാക്കാൻ അമ്മ എന്നെ ഒന്ന് സഹായിക്കണം.
എന്ന് പറഞ്ഞ്. പക്ഷേ അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ 4 വർഷവും ഫുൾ സ്കോളർഷിപ്പോടെ മോന് അവിടെ നിന്ന് പാസ് ഔട്ടാകാനായിട്ടും നല്ല രീതിയിൽ മോനെ ഉയർത്തുകയും ചെയ്തു. അതിന് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ ഉടമ്പടി എടുത്തതിൽ ആണെങ്കിൽ ഒരുപാട് പരിശുദ്ധ അമ്മയുടെ ഈശോയുടെയും പ്രസൻസ് എന്ന് വെച്ചാൽ ആ നിമിഷം മുതൽ നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞതുപോലെ ആ ഒരു പ്രസൻസ് എപ്പോഴും എവിടെ പോയാലും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഞങ്ങൾ എറണാകുളത്ത് താമസിക്കുക. അത് കഴിഞ്ഞിട്ട് മോൻ ഞങ്ങളെ അങ്ങോട്ട് ബാംഗ്ലൂർക്ക് കൊണ്ടുപോയെങ്കിലും ഞാൻ ആദ്യം മോനോട് പറഞ്ഞത് അമ്മയ്ക്ക് ആകെ ഒരു ആഗ്രഹമേ ഉള്ളൂ, മോനെ പള്ളി എല്ലാ ദിവസവും എനിക്ക് കുർബാനയ്ക്ക് പോകണം, അതിനുള്ള ഒരു അവസരം എന്ന് വെച്ചാൽ 2 കിലോമീറ്റർ ആണെങ്കിലും അമ്മ നടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞ്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ കൊണ്ട് നേരെ ഓപ്പോസിറ്റ് വീടിൻ്റെ നേരെ ഒരു റോഡിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു 10 അടി പോലും ഇല്ല, അതുപോലെ പള്ളി, അത് മലയാളികളുടെ പള്ളി, ഞങ്ങളുടെ മാണ്ഡ്യ രൂപതയിൽ അതാണ്. പക്ഷേ അവിടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദിവ്യ ബലിപീഠത്തിൽ എനിക്ക് ബലിപീഠം ഒരുക്കാനും സിസ്റ്റർമാരുടെ ഒപ്പം എനിക്ക് ഈശോയുടെ ബലിപീഠം ഒരുക്കാനും പൂവയ്ക്കാനും ഒക്കെയുള്ളൊരു അനുഗ്രഹവും നല്ല കൂട്ടുകാരെയൊക്കെ എനിക്ക് തന്ന്. ഞാനിവിടെ നിന്ന് നാട്ടിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കർണാടകയിൽ എനിക്ക് ആരും പരിചയമുള്ളവരൊന്നും ഇല്ല, വന്യനാടല്ലേ, ഭാഷ അറിയത്തില്ല. പക്ഷേ എല്ലാം ചുറ്റിനും മലയാളികൾ, നല്ല സ്നേഹമുള്ള ആൾക്കാർ, നല്ല ഒരു അന്തരീക്ഷത്തിൽ ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യാനും. കൂടാതെ കഴിഞ്ഞ മാസം ഞാൻ വന്ന് പരിശുദ്ധ അമ്മയുടെ ഒരു രൂപം വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു. രൂപം വാങ്ങിച്ചുകൊണ്ട് പോയി പിറ്റേ ആഴ്ചയിൽ തന്നെ 1000 മണി ജപമാല ചെല്ലാമെന്നും അത് ആദ്യം തുടങ്ങിയത് എൻ്റെ വീട്ടിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ ഇടവക അച്ഛനോട് ചോദിച്ചപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞ് ദിവ്യകാരുണ്യ ചാപ്പലിലിരുന്ന് ചൊല്ലാനുള്ള അവസരവും തന്ന്. അങ്ങനെ എല്ലാ ബുധനാഴ്ചയും ഞങ്ങളിപ്പോൾ ചാപ്പലിലിരുന്നാണ് 1000 മണി ജപമാല ചൊല്ലുന്നതും. അതിന് തുടക്കമിടാനായിട്ടൊക്കെ പരിശുദ്ധ അമ്മ എൻ്റെ വീട് തിരഞ്ഞെടുത്തതിനും എൻ്റെ മോന് ചെറിയ ദുശീലങ്ങളുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് മാറി നിന്ന് അതെല്ലാം മാറ്റിത്തന്നതിനും എല്ലാം ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. ഓരോ ആവശ്യങ്ങളിലും എന്ത് ചെറിയ രോഗവും വലുതും ഒക്കെ ആയിട്ട് വന്നാലും ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തൊന്നും പോകാതെ ഉടമ്പടി തൈലവും തേനും ഉപ്പും ഒക്കെ ഉപയോഗിച്ച് ആണ് ഞങ്ങൾ എല്ലാം ഉടമ്പടി ജീവിതത്തിൽ കൃത്യമായിട്ട് 2 ആഴ്ച കൂടുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് കുമ്പസാരിക്കാനും പത്രങ്ങൾ കൊടുക്കാനും പത്രം ഇങ്ങനെ ശരിക്കും അച്ഛൻ പറയുന്ന പോലെ ഓരോ കെട്ടൊന്നുമല്ല. ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ചിലപ്പോൾ 5ഉം 6ഉം കെട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ഹോസ്പിറ്റലിൽ കുഞ്ഞു പിള്ളേരുടെ വാർഡിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നതും അവർക്കൊക്കെ തൈലം വെച്ച് പ്രാർത്ഥിക്കാനും കാശ് രൂപം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേർക്ക് ഹീലാകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ എനിക്കൊരു മോളുണ്ട്, മോളുടെ അലർജിയും ഒത്തിരി രോഗങ്ങളും ഒക്കെ മാറ്റിത്തന്ന് ഈശോയ്ക്ക് കോടാനും കൂടി. എൻ്റെ പേര് ശ്രുതി എൽദോ. ഞാൻ വരുന്നത് UK നിന്നാണ്. UK ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ 3/2/2022 ഉടമ്പടി ഫസ്റ്റായിട്ട് എടുത്തത്. ഈ ശ്രേഷ്ഠമായ പുണ്യഭൂമിയിൽ ഇത് 3ാമത്തെ തവണയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. അതിന് എന്നെ ഒരുക്കിയ പരിശുദ്ധി അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദികൾ അർപ്പിക്കുന്നു. ഞാൻ നേഴ്സാണ്. ഞാൻ UK ഒരു നഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. ടീം ലീഡറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 3 വർഷത്തെ വിസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. 3 വർഷത്തെ ജോലി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിസ പുതുക്കാൻ ലാസ്റ്റുള്ള ഡേറ്റ് മെയ് 22 അപ്പോൾ ഞാൻ മെയ് 22 മാർച്ച് തൊട്ട് ഞങ്ങളുടെ HR മാനേജറിനെ ഇൻഫോം ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് വിസ പുതുക്കണമെന്ന്. ഞങ്ങൾ 9 പേരുണ്ട്. അപ്പോൾ എല്ലാവരും മാറി മാറി മെസ്സേജ് വിട്ടുകൊണ്ട് തന്നെ ഇരുന്നു. അപ്പോൾ സർ പറഞ്ഞു യു ഹാവ് സ്റ്റിൽ ടൈം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ, ഞങ്ങളത് സമ്മതിച്ചു. മാർച്ചായി, ഏപ്രിലായി, മെയ് വന്നു. മെയ് 8 ഞങ്ങളുടെ COS തീർന്നു. മെയ് 22 ഞങ്ങളുടെ വർക്ക് പെർമിറ്റ് വിസയും തീർന്നു. അപ്പോൾ ഞങ്ങൾ മെയ് 21 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെയ് 20 കരഞ്ഞ് ഒരുപാട് മടുത്തു. പരിശുദ്ധി അമ്മയോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഇനി യാതൊരു അവസ്ഥകളില്ല, കാരണം സമയം ഒട്ടുമില്ല ഞങ്ങളുടെ മുൻപിൽ. സഞ്ചാരി മാതാവിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമുള്ളെന്ന് എനിക്ക് ഉറച്ചു വിശ്വസിച്ചു. എനിക്ക് കിട്ടുന്ന മാനസികമായിട്ട് ഒരുപാട് തകർന്നു ഞാൻ. കാരണം തിരിച്ച് നാട്ടിൽ വന്നാൽ എന്ത് ചെയ്യും എനിക്ക് അറിഞ്ഞുകൂടാ. സോ തിരിച്ചു വരാനുള്ള മാനസികാവസ്ഥകൾ എനിക്കില്ല. വേറെ ഏജൻസിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയും 15 ലക്ഷം രൂപ കൊടുക്കണം അടുത്ത COS കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത്രയും രൂപ കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല. ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ
സ്ഥലങ്ങളിൽ ഞങ്ങൾ 9 പേരും വലിയതായിട്ട് തകർന്നു. എല്ലാവർക്കും കുടുംബമായിട്ടാണ് അവിടെ സ്റ്റേ ചെയ്യുന്നതും. ഞാനും എൻ്റെ സുഹൃത്തിനും മാത്രമേ ഉള്ളൂ കുടുംബമില്ലാത്തത്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് തകർന്നു. ഏത് റൂമുകളിൽ പേഷ്യൻസ് വേക്കൻ്റ് ആയിട്ട് ഇരിക്കുന്നോ ആ റൂമുകളിലെല്ലാം ഞാൻ ഓടിച്ചെന്ന് കുരിശിൻ്റെ വഴി, എനിക്ക് കിട്ടുന്ന സമയങ്ങളിലെല്ലാം കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കും. എല്ലാവരും കരഞ്ഞു പറഞ്ഞു ഇനി കിട്ടില്ല എന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 9 പേരും പറഞ്ഞു. അപ്പോഴും ഞാൻ ഉറച്ചു പറയുന്നു, ഇല്ല, പരിശുദ്ധി അമ്മ നമ്മൾക്ക് ഈ വിസ വാങ്ങിച്ചു തരുമെന്ന്. എല്ലാവരും ഓർത്തു എനിക്ക് വട്ടാണ്, കാരണം ഞാൻ കൂടുതൽ എല്ലാ സമയത്തും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നതുകൊണ്ട്. ലാസ്റ്റ് മൊമെൻറ്റിൽ 22-ാം തീയതി രാവിലെ 8:30 HR വിളിച്ചു പറയുന്നു ഇനി നിനക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ല എന്ന്. പോകാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന എനിക്ക് പോകാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾക്ക് 8 പേരോടും വിളിച്ചു പറയുന്നു. ഇനി ഇന്ന് തന്നെ വൈകിട്ട് നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് യു ക്യാൻ സെർച്ച് സംവെയർ എൽസ് എന്നും പറഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, കാരണം എല്ലാവരും തിരിച്ചു വരണോ വേണ്ടിയോ അറിയില്ല. ഒരു ലോയറെ കണ്ടു ഞങ്ങൾ. അതുപോലെ ഞങ്ങൾ അവിടെ നിൽക്കാനുള്ള 45 ദിവസത്തേക്കുള്ള സ്റ്റേ ഞങ്ങൾ മേടിച്ചു. അതിനുശേഷം HR ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ചേച്ചി, ഞങ്ങൾ 9 പേരടങ്ങിയ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ ചേച്ചി അറിഞ്ഞോ അറിയാതെയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ചേച്ചിയുടെ സിസ്റ്റർമാർ ഉടമ്പടി എടുത്തിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ആ ചേച്ചി ഈ HR മാനേജറിനെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു. ഞങ്ങൾ ആരും ഇത് അറിയുന്നില്ല. ചേച്ചി മെമ്പർ ഓഫ് പാർലമെൻറ്റിനുള്ള MP-ക്ക് ഒരു മെയിൽ അതിനകത്തേക്ക് വിട്ടു. അത് ഈ HR കാണാൻ ഇട വന്നു. സഡൻലി ആ HR ഞങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാമെന്ന്. ഞങ്ങളെല്ലാവരും ഷോക്ക്ഡായി. കാരണം എങ്ങനെ ഇത് സാധിക്കുന്നു, ആരാണ് ഈ മെസ്സേജ് വിട്ടേയൊന്നും അറിയത്തില്ല. പിന്നെയാണ് ഞാൻ ചെക്ക് ചെയ്യണത് ചേച്ചിയാണ് ഇത് മെസ്സേജ് വിട്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് 22-ാം തീയതി 5 മണിയായപ്പോൾ HR പറഞ്ഞു നിങ്ങൾക്ക് ഞാനൊരു ആപ്ലിക്കേഷൻ ഒരു ലിങ്ക് തരാം, അതിൽ കയറി വിതൗട്ട് COSന് വേണ്ടിയിട്ട് നിങ്ങൾ വിസയ്ക്ക് ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. സത്യം പറഞ്ഞാൽ എന്താണ് നടക്കണേന്നൊന്നും സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. കരച്ചിൽ മാത്രമേ ഉള്ളൂ എൻ്റെ മുൻപിൽ വഴി. കരഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. എവിടെ പോയാലും കാശുരൂപം മുറുകെ ഞാൻ പിടിക്കും. ഏതവസ്ഥയിൽ പോയാലും കാശുരൂപം വിട്ടുള്ള കളിക്ക് ഞാൻ നിൽക്കില്ല. കാരണം എൻ്റെ കഴുത്തിലെ കുഞ്ഞു മാല ആയതുകൊണ്ട് അതിലിട്ട് അത് കുളിക്കാനോ എനിക്ക് അതിനോട് താല്പര്യമില്ല. അപ്പോൾ അത് കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ പോകാറുള്ളത്. സോ അപ്പം HR പറഞ്ഞു 5 മണിക്ക് മുൻപ് നിങ്ങൾക്ക് ഒരു ലിങ്ക് തരാം, അതിൽ സബ്മിഷൻ ചെയ്യാൻ പറഞ്ഞു. സോ ഞങ്ങൾ അഡ്വക്കേറ്റിനെ വെച്ച് അയാൾ പറഞ്ഞ ലിങ്ക് ത്രൂ ഞങ്ങൾ പോയി. 23-ാം തീയതി ഞങ്ങൾ ആവശ്യപ്പെട്ടു HR-നെ കാണാൻ വേണ്ടി. സോ ലാസ്റ്റ് മൊമെൻറ്റിൽ HR സമ്മതിച്ചു, ഞങ്ങളെ കാണാൻ അനുവദിച്ചു. ഞങ്ങളുടെ നഴ്സിംഗ് ഹോമിലേക്ക് വന്നപ്പോഴത്തേനും ഞാൻ എല്ലായിടത്തും പോയി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. HR ഇരുന്ന സ്ഥലത്തും ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. ലാസ്റ്റ് മൊമെൻറ്റിൽ പറയട്ടെ, നോട്ട് മൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും യെശയ്യാ 45:2-3 ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിൽ തരിക്കുകയും ഇരുമ്പാടമകൾ ഒടിക്കുകയും ചെയ്യും. നിന്റെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയണമെന്ന് അന്ധകാരത്തിൻ്റെ നിധികളും രഹസ്യധനശരീരങ്ങളും ഞാൻ നിനക്ക് നൽകും എന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ഞങ്ങൾക്ക് ലാസ്റ്റ് മൊമെൻറ്റിൽ 9 പേർക്കും ഞങ്ങൾക്ക് PR ലഭിച്ചു. അന്ന് ഞാൻ പരിശുദ്ധി അമ്മയ്ക്ക് ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. PR എനിക്ക് ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ഞാൻ ഉറപ്പായിട്ടും അഖണ്ഡ ജപമാലയിൽ വന്ന് പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. സോ എൻ്റെ വിസ പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഓഗസ്റ്റായി. പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. സോ അമ്മയ്ക്ക് പറഞ്ഞ വാക്കല്ലേ, പെട്ടെന്ന് വന്ന് സാക്ഷ്യം പറയണമല്ലോ എന്ന് കരുതി. പക്ഷേ അന്നേരം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ലീവിന് പോയതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും ലീവ് ലഭിക്കത്തില്ലായിരുന്നു. സോ ഞങ്ങൾ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കാനും പരിശുദ്ധി അമ്മയോട് നന്ദി പറയാനും വേണ്ടിയിട്ടാണ് ഈ പുണ്യഭൂമിയിൽ വന്നത്. സോ 1000 കോടി നന്ദി പരിശുദ്ധി അമ്മയോട് പറയുന്നു. ഇതെൻ്റെ മമ്മിയാണ്. എൻ്റെ വീട് കർണാടകയാണ്. എന്നെ കല്യാണം കഴിച്ചാണ് എറണാകുളത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സോ അവിടെ നമ്മൾക്കൊരു ഭൂമിയുണ്ട്. അതിൽ നമ്മൾ ഒരു കട പണിയാൻ വേണ്ടി ആഗ്രഹിച്ചു. എൻ്റെ 2 ആങ്ങളമാരും പുറത്താണ്. സോ അതിൽ ഒരാൾ സുനിൽ ലോണൊക്കെ എടുത്ത് കട പണിയാൻ ആഗ്രഹിച്ചു. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു പേഴ്സൺ, അയാളുടെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, അയാൾ ആ സ്ഥലയ്ക്ക് സ്റ്റേ കൊടുത്തു. കാരണം അയാൾ പറഞ്ഞു ആ ഭൂമി അയാളുടേതാണെന്ന് പറഞ്ഞു, സ്റ്റേ കൊടുത്തു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സോ മമ്മി ഒറ്റയ്ക്ക് എല്ലാ കാര്യത്തിനും ഓടി നടക്കണം. സോ നമ്മളെ സഹായിക്കാനോ ഹെൽപ്പ് ചെയ്യാനോ ആരുമില്ല. ഞങ്ങൾ 3 പേരും പുറത്താണ്. അപ്പോൾ അങ്ങനെയായിരുന്നപ്പോൾ ഞങ്ങളുടെ വീടിനോട് ഞങ്ങളുടെ ഫാമിലി സുഹൃത്തായ റെഡ്ഡി എന്ന് പറയുന്ന ഒരാൾ ഞങ്ങളെ ഒരുപാട് സഹായിക്കുകയും ചെയ്തു. അവസാനം പിന്നെ അവർക്ക് ഒത്തിരി ഫിനാൻഷ്യലി കഴിവുള്ള ഒരു മനുഷ്യനാണ്. നമ്മൾ പഞ്ചായത്ത് വഴി കോടതി വഴി എല്ലാം പോയാലും അയാൾ അതിലെല്ലാം വിൻ ചെയ്യും. അപ്പോൾ നമ്മൾ അതിനോട് ചേർന്ന് തൊട്ട് സ്ഥലം 3 സെൻറ്റ് സ്ഥലം ഞങ്ങൾ പള്ളിക്ക് വേണ്ടി കൊടുത്തിരുന്നു. അതിനകത്തൊരു കുഞ്ഞ് ചാപ്പൽ പണിതിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പം ചാപ്പലെല്ലാം കഴുകി വൃത്തിയാക്കി അഖണ്ഡ ജപമാല അവിടെ ഇരുന്ന് ചൊല്ലി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മയോട് പറഞ്ഞു, അമ്മേ ഇത് ഞങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല പണിയാൻ, ഇനി നീ മുന്നോട്ടിരുന്ന് ഈ പണിയണം. കാരണം നമ്മൾക്ക് പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, മെരിറ്റ് ഞങ്ങൾക്ക് ഒത്തിരി കുറവാണ്. സോ അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ നീ ഇത് നടത്തി തരണം, നീ നടത്തി തന്നാൽ ഈ കടയുടെ പേര് കൃപാ മരിയ എന്നായിരിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. എൻ്റെ ആങ്ങളമാരെല്ലാവരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. ഞങ്ങൾ മമ്മിയുടെ പേരിൽ കേസായി, അവർ നമ്മളെ ഉപദ്രവിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്തായാലും അവസാനം ദൈവം നമുക്ക് പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് വിജയം നൽകി. ആ കടയ്ക്ക് പേര് കൃപാ മരിയ എന്ന് പറഞ്ഞു കടയ്ക്ക് പേരും ഇട്ടു.
നഷ്ടപ്പെട്ടു. അതും പരിശുദ്ധി അമ്മ ഞങ്ങൾക്ക് സാധിച്ചു തന്ന വൻകൃപയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ എവിടെ പോയാലും ലോക്കറ്റ് പിടിച്ചുകൊണ്ടാണ് ഞാൻ പോകാറുള്ളത്. ലോക്കറ്റ് ഒരു ദിവസം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അവിടെ ഇൻസ്പെക്ഷനും കാര്യങ്ങളും വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കൂട്ടത്തിലാണ്. ഈ ലോക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ എന്തോ ഒരു മിറാക്കിൾ പോലെയാണ്. ഞാൻ ആരുടെ മുൻപേയും എന്തും സംസാരിക്കും. ഇംഗ്ലീഷ് സംസാരിക്കാനോ ഒരു കാര്യത്തിനോ എനിക്ക് പേടിയും കാര്യങ്ങളും ഇല്ല. പക്ഷേ അന്ന് ഈ ലോക്കറ്റ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതിന് ശേഷം ഞാൻ ഒരുപാട് കരഞ്ഞു. ഞാൻ വർക്ക് ചെയ്യുന്നത് തന്നെ ഒരു സൈക്കാട്രി നഴ്സിംഗ് ഹോമിലാണ്. മുകളിലും താഴിലും ഞാൻ കയറി ഇറങ്ങി നടക്കുമായിരുന്നു. അപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരു വൈദികനോട് ഞാൻ ഷെയർ ചെയ്തു, അച്ഛാ എൻ്റെ കാശ് രൂപം മിസ്സായി. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ പരിശുദ്ധി അമ്മയുടെ മകളാണ്, കാശ് രൂപം നീ പ്രാർത്ഥിക്കുന്നിടത്ത് തന്നെ ഉണ്ടാകുമെന്ന്. എന്നാലും അച്ഛൻ പറഞ്ഞ വാക്കിൽ കുറച്ച് ഡ്യൂട്ടി പെട്ടെന്ന് കഴിഞ്ഞ് വന്ന് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ എവിടെയാണോ വെച്ചിരുന്നത് അവിടെ തന്നെ ആ കാശുരൂപം ഉണ്ടായി. പക്ഷെ അതൊരിക്കലും സാധ്യമല്ല, കാരണം ഞാൻ ആ കാശുരൂപം കൊണ്ടേ നടക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ എനിക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന പത്രം അവിടെയുള്ള എല്ലാവർക്കും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി വിശുദ്ധ തൈലം തൂത്ത് ഞാനത് കൊടുക്കാറുണ്ട്. അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ഒരു പങ്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേട്ടായിക്കും കുഞ്ഞിന് വേണ്ടി അയച്ചു കൊടുക്കാറുണ്ട്. ഇവർ രണ്ടുപേരുമാണ് ഓർഫനേജിൽ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പഠിക്കാൻ കഴിവില്ലാത്ത മക്കളെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള പേഷ്യൻസിന് കുളിക്കണ്ട എന്ന് പറഞ്ഞാൽ കുളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുപോലെ 1 മാസം 2 മാസം ആകുമ്പോൾ നിങ്ങൾക്കറിയാലോ ഒരാൾ കുളിക്കാതിരുന്ന് എന്തുമാത്രം സ്മെല്ലായിരിക്കുമെന്ന്. എന്നെ തല്ലും അടിക്കും ഉപദ്രവിക്കും എല്ലാം ചെയ്യും. പക്ഷേ ഞാൻ ചാലഞ്ചായി ഏറ്റെടുത്ത് എത്ര സ്മെല്ലുണ്ടെങ്കിൽ പോലും പരിശുദ്ധി അമ്മയാണ് ശുശ്രൂഷിക്കാൻ കിട്ടിയ ഭാഗ്യം എന്ന് കരുതി ഒറ്റയ്ക്ക് പോയി ആ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുള്ള ഞാൻ കൃപ കണ്ടെത്താറുണ്ട്. പക്ഷേ അതിനെല്ലാം ഞാൻ ആദ്യമായിട്ട് കൊണ്ടുപോയി നടക്കുന്നത് കാശുരൂപമാണ്. കാരണം കാശുരൂപം ഇല്ലാണ്ടായി ഇവരെന്നെ ഒത്തിരി തല്ലും. അപ്പം ഞാൻ ബെസ്റ്റ് ഇൻട്രസ്റ്റിലാണ് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യും. എല്ലാവരും പറയും ഒത്തിരി ആഗ്രഹിക്കും ഞാനെന്ന. സത്യമാണ്, ഈ പുണ്യഭൂമിയിൽ നിന്ന് ഞാൻ പറയുന്നു, ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അത് പരിശുദ്ധി അമ്മയുടെ കാശുരൂപവും ഉടമ്പടിയുടെ വചനത്തിലാലും ഈ അടിസ്ഥാനത്തിലുമാണ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് നടക്കുന്നത്. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പോയാൽ ഒന്നും നടക്കില്ലെന്ന് എനിക്കറിയാം. ഒത്തിരി വലിയ വലിയ പേഷ്യൻസ് ഉണ്ട്, അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന എല്ലാ പേഷ്യൻസും ഉണ്ട്. എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടാനും അവരെത്ര എന്നെ ഉപദ്രവിച്ചാലും ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് പിന്നെയും പോയി അവരുടെ മൈൻഡ് ചേഞ്ച് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ തൈലം തൂത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഞങ്ങൾക്ക് വിസയുടെ ഇഷ്യൂസ് വന്ന സമയത്ത് ഞാൻ ബദേൽ കൺവെൻഷൻ സെൻറ്ററിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ബർമിയാമിൽ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നടന്ന ഓഗസ്റ്റ് മാസം 2-3 UK നടന്ന കൺവെൻഷനിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു വലിയ കൃപ എനിക്ക് ദൈവം തന്നു. അതുപോലെ തന്നെ ഞങ്ങൾ പോകുന്ന ബദേൽ കൺവെൻഷൻ സെൻറ്ററിലാണ്. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, കൊച്ചിന് പ്രേക്ഷിത വേല ചെയ്യാൻ പറ്റിയൊരു ഭാഗ്യമുണ്ട്, മിനിസ്ട്രിയിൽ ജോലി ചെയ്യാനുള്ളൊരു കൃപ ദൈവം തരുന്നുണ്ടെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് കറക്റ്റായിട്ട് അറിയുന്ന ലാംഗ്വേജ് കന്നഡ, തുളു, ഇംഗ്ലീഷ് അത്രയും നന്നായിട്ടൊന്നും അറിയില്ല. പക്ഷേ ഞാൻ എങ്ങനെ ദൈവത്തെക്കുറിച്ച് ഇംഗ്ലീഷിനോട് മിനിസ്ട്രി ചെയ്യും? ഒരിക്കലും സാധ്യമല്ലെന്ന് ഞാൻ കരുതി. പക്ഷേ ഞങ്ങളിപ്പോൾ കരുതുന്നു വിസയുടെ ഇഷ്യൂസ് വന്നത് ദൈവ പദ്ധതി മൂലം തന്നെയാണ് ആ ഒരു സഹനം ഞങ്ങൾക്ക് തന്നത്. കാരണം ആ സഹനം തന്നതുകൊണ്ട് ഞങ്ങൾ 9 പേരടങ്ങിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾ തുടങ്ങി. 13 പേരോളം ഉണ്ട് ഇപ്പോൾ അതിൽ. എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങൾ 9 മണിക്ക് ജപമാലയും ചൊല്ലി പ്രാർത്ഥിക്കും. ഒരാൾ എല്ലാ ആഴ്ചകളിലും സൺഡേകളിൽ ഞങ്ങൾ ഒരാളുടെ വീട്ടിൽ വെച്ച് പ്രയർ സ്റ്റാർട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ബദൽ കൺവെൻഷൻ സെൻറ്ററിലെ ആൾക്കാർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ബൈബിൾ ക്ലാസ് പറയാറുണ്ട്. അതുപോലെ തന്നെ ഞാനിന്നിപ്പം അഖണ്ഡ ജപമാല 1001 ജപമാല മണി മേടിച്ചു, ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വേണ്ടി മേടിച്ചു. എല്ലാവരും ഒരുമയോടെ, കാരണം അവിടെ തണുപ്പൊക്കെയാണ്. ഒരു വീട്ടിൽ നിന്ന് ഇനിയൊരു വീട്ടിലേക്ക് 3 വർഷം ഞാൻ പാഴാക്കി കളഞ്ഞു. ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരുന്നു. എല്ലാവരോടും എന്നോട് പ്രാർത്ഥന വിഷയങ്ങളൊക്കെ പറയും. പക്ഷേ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനോ അതിന് നേതൃത്വം കൊടുക്കാനോ ഒന്നും ഒരു കഴിവുമില്ലാത്ത എനിക്ക് എല്ലാ കൃപയും എനിക്ക് തന്നു. അതുപോലെ ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെങ്ങനെ കൊണ്ടുപോയി നടക്കുമെന്ന്. പക്ഷേ എന്നെക്കാളും നന്നായിട്ട് എൻ്റെ കൂടെയുള്ള ചേച്ചിമാരും കൂടെയുള്ള സുഹൃത്തുക്കളെല്ലാം നന്നായിട്ട് ആ പ്രെയർ ഗ്രൂപ്പ് കൊണ്ടുപോയി നടക്കുന്നുണ്ട്. എല്ലാ ആഴ്ചകളിലും എല്ലാ വീടുകളിലും ഇപ്പോൾ ജപമാല മാസമായതുകൊണ്ട് അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ എല്ലാവരും ഞങ്ങൾക്ക് ഈ വിസയുടെ ഇഷ്യൂസ് വന്നപ്പോൾ 24 hours ഞങ്ങൾ അറിയാത്ത ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി അഖണ്ഡ ജപമാല സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കൃപാസനത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ എടുത്ത സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി, സാക്ഷ്യം വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരും ഈ സമയത്ത് ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകൂടി വന്നാണ്. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലാണ് ഞങ്ങളുടെ വീട്. ഇതെൻ്റെ ഹസ്ബൻഡ് ഷോളിൻ തോമസ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സമൂഹത്തിന് മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. എനിക്ക് നല്ല ടെൻഷനൊക്കെ ഉള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ ഒന്നിനും പോകാറില്ല. ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ സാധിച്ചതിൽ അമ്മ മാതാവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ മാതാവിനെക്കുറിച്ച് ആദ്യം അറിയുന്നത് 2019 എൻ്റെ കൂടെ പഠിച്ച കുട്ടിക്ക് ആക്സിഡൻ്റായി അവൾക്ക് ഇവിടെ നിന്ന് വന്ന് രോഗസൗഖ്യം പ്രാപിച്ചു. പക്ഷേ അന്നൊന്നും ഞങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും മൈൻഡ് ചെയ്യുകയോ അങ്ങനെ മാതാവിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയൊന്നും ചെയ്തില്ല.
പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന കാര്യങ്ങൾ വന്നപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ തുടങ്ങിയത്. എല്ലാവരെയും പോലെ പുറത്ത് യൂറോപ്യൻ കൺട്രിയിൽ പോയി ജോലി ചെയ്യാമെന്നൊരാഗ്രഹം ഞങ്ങളിലും വന്നു. അങ്ങനെ ഞാൻ OET പഠിക്കാൻ പോയി. എൻ്റെ മെറിറ്റിൽ ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. 4 പ്രാവശ്യം എഴുതി, 4 പ്രാവശ്യവും ഫെയിലായി. അപ്പോഴാണ് എൻ്റെ കസിൻ ചേച്ചി എന്നോട് പറഞ്ഞത്, നീ കൃപാസന മാതാവിനെ കേട്ടിട്ടുണ്ടോ? മാതാവിനോട് നീ പ്രാർത്ഥിച്ച് നോക്ക്. ഓൺലൈൻ സൈറ്റിൽ നിനക്ക് ലൈറ്റ് എ ക്യാൻഡിൽ പ്രേ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, നീ അതിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് നീ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച് ഒന്നുകൂടെ എഴുതി നോക്ക്, നിനക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ മനസ്സോടെയാണ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രേയറിൽ ഇട്ടിട്ടും ഞാൻ ചേച്ചി പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രേയറിൽ ഇട്ടു. എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. പക്ഷേ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ദിവസം തൊട്ട് എന്താണെന്നറിയില്ല, ഓട്ടോമാറ്റിക്കലി ഞാൻ പ്രാർത്ഥിക്കാൻ അങ്ങ് തുടങ്ങി. എന്നും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, ഉപവാസം എടുക്കും, പള്ളിയിൽ പോവും, അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ മെയ് 7-ാം തീയതി 2022 ഞാൻ പരീക്ഷ എഴുതി. എക്സാം സെൻറ്ററിൽ ചെന്നപ്പോൾ എനിക്ക് ചേച്ചി കുറച്ച് ഉടമ്പടി ഉപ്പ് തന്നായിരുന്നു. ഞാൻ ഉടമ്പടി ഉപ്പതും കൊണ്ടാണ് പോയത്. ഞങ്ങൾക്കൊരു സാധനവും കയറ്റാൻ പറ്റത്തില്ല, ഓൺലി പാസ്പോർട്ട് മാത്രമേ നമുക്ക് കയറ്റാൻ പറ്റത്തുള്ളൂ. ഞാൻ പാസ്പോർട്ടിൻ്റെ അകത്ത് ശകലം ഉപ്പ് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇടയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കാൻ ഒരു അവസരം തരണേ, എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം കയറി കഴിഞ്ഞപ്പോൾ മാതാവ് എന്നെ കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ടിരുത്തി, ഏറ്റവും ഫ്രണ്ടിൽ. അങ്ങോട്ട് നോക്കാൻ മേല, ഇങ്ങോട്ട് നോക്കാൻ മേല, ഏറ്റവും ഫ്രണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, മാതാവ് ഇതെന്ത് പരീക്ഷണമാണ്, ഇപ്രാവശ്യവും തോറ്റു പോകുന്നതാണ് തോന്നണേ, 5ാമത്തെ പ്രാവശ്യം എഴുതുന്നു, ഇനി എനിക്കിത് എഴുതാൻ പറ്റത്തില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്നാലും ഞാൻ ഉടമ്പടി ഉപ്പെടുത്ത ടേബിളിലും പേനയിലും പെൻസിലും ഒക്കെ എഴുതി ആദ്യത്തെ പരീക്ഷ തുടങ്ങി. ലിസണിങ് തന്നു, കേട്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല, പകുതിയും മുക്കാലും തെറ്റ്, എഴുതാൻ പറ്റുന്നില്ല, തല കറങ്ങുന്നു, ഛർദ്ദിക്കാൻ വരുന്നു, ഇറങ്ങിപ്പോണമെന്ന് വരെ ആലോചിച്ചു. പിന്നെ രണ്ടും കൽപ്പിച്ച് അവിടെ പിടിച്ച് കണ്ണടച്ചിരുന്ന് എന്തൊക്കെയോ കേട്ടതങ്ങ് കുത്തിക്കുറിച്ച് വെച്ചു. പിന്നെ റീഡിങ് തന്നു, വായിച്ചിട്ടാണെങ്കിൽ മനസ്സിലാവുന്നുമില്ല, ഏതാ ഓപ്ഷൻ, എന്തെഴുതണം ഒന്നും അറിയില്ല. ഞാൻ മാതാവേ എന്ത് ചെയ്യണമെന്നറിയില്ല എന്ന് വിചാരിച്ച് ഞാൻ എഴുതി എന്താണേലും. ആകെപ്പാടെ പിന്നെ ഒന്ന് റൈറ്റിംഗ് ആണ്. റൈറ്റിംഗ് എക്സാമിന് മാത്രം എന്തൊക്കെയോ എഴുതി എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇറങ്ങി അടുത്ത സ്പീക്കിങ്ങിന് ഏറ്റവും അവസാനം കിടന്ന് എൻ്റെ പേര് കറങ്ങി തിരിഞ്ഞ് ഏറ്റവും ആദ്യമായി. ദൈവമേ ഇനി എന്തു പറഞ്ഞു എന്നറിയാതെ വിറച്ചിരുന്നപ്പോഴാണ് ഞാൻ എക്സാം ഹോൾ സെൻറ്ററിൽ കയറിയത്. കയറി കഴിഞ്ഞ് എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ സ്പീക്കിംഗ് ചെയ്യണം. 2 ടോപ്പിക്ക് തന്നു. 2 ടോപ്പിക്കിലും ഞാൻ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് എൻ്റെ കൂടെ ഇരുന്ന സാറ് പറയുന്നത്. ഞാൻ നിർത്താൻ പോകുമ്പം എൻ്റെ ഓപ്പോസിറ്റ് സാറ് പറയും, നിർത്തരുത്, കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അതിൽ അവരുടെ പേര് പറയുന്നത് പോലും ഞാൻ തെറ്റിച്ചാണ് പറഞ്ഞത്. എന്തൊക്കെയോ പറഞ്ഞു കൂട്ടി ഇറങ്ങി വന്ന് എൻ്റെ ഹസ്ബൻഡ് കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. വന്നിരുന്ന് കഴിഞ്ഞ് കാറേ കയറിയപ്പോൾ തൊട്ട് ഭയങ്കര കരച്ചിൽ, ഇപ്രാവശ്യം പോകും, ഇനി ഞാൻ ഈ പരിപാടിക്കില്ല, ഉള്ള ജോലിയും കൊണ്ട് ഇവിടെയൊക്കെ കൂടാം. ഞങ്ങളൊന്ന് ഷാർജയിലായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. തലവേദന എടുക്കുന്നു, ഒരു പാരസെറ്റാമോളൊക്കെ വണ്ടി ഇരുന്ന് കഴിച്ചു. പോകുന്ന വഴിക്ക് വീടെത്താറായപ്പം എനിക്ക് കുഞ്ഞുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിനെ നോക്കുന്നൊരു ചേച്ചി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ചേച്ചി ഫോൺ വിളിച്ചു, ഏതാണ്ട് എത്താറായി. എൻ്റെ കുഞ്ഞ് മൂക്കിൽ പപ്പടം കയറ്റി പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞങ്ങൾ വഴിയിലിറങ്ങി. ഞാൻ വണ്ടി തിരിഞ്ഞ് പറഞ്ഞ സമയം എടുക്കുമെന്ന് വിചാരിച്ചു ഞാൻ വഴിയിലിറങ്ങി ഓടി വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ കൊച്ച് കയ്യും കയറി നിൽക്കും, അമ്മേ മൂക്കിലെന്തോ പോയിന്ന്. കെട്ടവാടി കൊച്ചിനെ എടുത്തുകൊണ്ട് ഞാൻ ഓടി. നേരെ ഇറങ്ങിയപ്പം വെയിലത്തോട്ട് ഇറങ്ങിയതും കൊച്ചൊരു തുമ്മിയതോ എൻ്റെ കൈ കിട്ടി ഏലയ്ക്ക. ഞാൻ പരീക്ഷ എഴുതിയതോ എക്സാമിന് പോയതോ ഒന്നും എൻ്റെ മനസ്സിലില്ല. എൻ്റെ കുഞ്ഞെന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു. എല്ലാം ഞാൻ മറന്നു. 3 മാസം കഴിഞ്ഞ് റിസൾട്ട് വരുന്ന ദിവസം അവന് പനിയായതുകൊണ്ട് ഞാൻ റിസൾട്ട് വരുന്ന ദിവസം തന്നെ മറന്നു. ഡ്യൂട്ടിയുടെ സമയത്ത് എനിക്ക് വാട്സപ്പിൽ കണ്ടിന്യൂസ് മെസ്സേജ് മെസ്സേജ് വന്നിട്ടും ബ്രേക്ക് ടൈമിൽ നമുക്കത് നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെന്താ ഇങ്ങനെ മെസ്സേജ് വരുന്നത്, കൊച്ചിന് വല്ലതും പറ്റിയതാണെന്ന് അറിയാൻ വേണ്ടി വാഷ്റൂമിൽ പോയി നോക്കിയപ്പോഴാണ് റിസൾട്ട് നോക്കിയപ്പം എനിക്ക് കറക്റ്റ് അയർലൻഡ് സ്കോറ്. ഞാൻ ആകെ ഞെട്ടിപ്പോയി. എനിക്ക് എന്നാ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ ഹസ്ബൻഡിനെ ഉടനെ വിളിച്ചു പറഞ്ഞു, നിനക്ക് നോക്കി തെറ്റിപ്പോയതായിരിക്കും, നീ ഒന്നും കൂടെ നോക്ക്, അതിന് മാത്രം കരഞ്ഞല്ലേ നീ വന്നത്, ഇനി ഒരിക്കലും നീ എഴുതുന്നില്ല എന്ന് തീരുമാനിച്ചില്ലേ വന്നത്, തെറ്റിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും നോക്കി, ഇല്ല ഞാൻ പാസ്സായി. ഞാൻ അയർലൻഡ് സ്കോറോടി കറക്റ്റ് മാർക്കായിരുന്നു, 350 വെച്ച് എല്ലാത്തിനും, ഒരെണ്ണത്തിൽ 320. വേറെ ഇത്രയും ഒരു പ്രതീക്ഷ പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് മാതാവ് എന്നെ അവിടെ ഉയർത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായി, മാതാവിനെ കൈവിടാതെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഇനിയുണ്ട് ജീവിതത്തിനും എനിക്ക് കൂടെ നിൽക്കും മാതാവെന്ന്. അങ്ങനെ ഞങ്ങളുടെ ബാക്കിയുള്ള പ്രോസസ്സിങ് പെട്ടെന്നായിരുന്നു. എനിക്ക് DL എല്ലാം കിട്ടി. ഇൻ്റർവ്യൂവിന് വന്നു. ഇൻ്റർവ്യൂവിന് 3 ഹോസ്പിറ്റൽ ഓപ്ഷൻസ് തന്നു. അതിൽ എനിക്ക് ആദ്യം ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു ഓപ്ഷനായിരുന്നു. മാറ്റർ എന്നാണ് ഹോസ്പിറ്റലിൻ്റെ, മാതാവിൻ്റെ പേരാണ്. അപ്പോൾ അത് സിറ്റിയിലായതുകൊണ്ട് അത് വേണ്ട, വേറെ ഹോസ്പിറ്റൽ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി, പേപ്പർ വർക്കുകളൊക്കെ നടന്നു. അവസാനം അവർ റിസൈൻ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഷാർജയിൽ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് 1 മാസം കഴിയുമ്പോഴാണ് അവർ പറയുന്നത്,
എൻ്റെ കോൺട്രാക്റ്റ് അവർ ക്യാൻസൽ ചെയ്തു. എനിക്കിനി പോകാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ജോലിയില്ല, 2 പേരും റിസൈൻ ചെയ്തു, ഞങ്ങൾ നാട്ടിൽ വന്ന് നിൽക്കുക, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അപ്പോഴാണ് എന്നോട് എൻ്റെ ചേച്ചി പറഞ്ഞത്, നമുക്ക് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ പോയാലോ കൃപാസനത്തിൽ. അങ്ങനെ ഞാൻ മാർച്ച് 8 2023 ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ട് പോയി. ഉടമ്പടി എടുത്തതിൻ്റെ 45-ാം ദിവസം എനിക്ക് അടുത്ത കോള് വരിക, എൻ്റെ ഏജൻസിയിൽ നിന്ന് ഈ സെയിം മാറ്റർ ഹോസ്പിറ്റൽ, മാതാവിൻ്റെ നാമത്തിലുള്ള ഹോസ്പിറ്റലിലേക്ക് ഇൻ്റർവ്യൂ വരുന്നുണ്ട്, നീ അറ്റൻഡ് ചെയ്യുന്നോന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, അത് സിറ്റിയിലാണ്, പോയി വരാൻ ബുദ്ധിമുട്ടാണെന്ന് എൻ്റെ ചേച്ചി പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല നീ ഒന്ന് അറ്റൻഡ് ചെയ്യ്. ഞാൻ പറഞ്ഞു ഞാനൊന്നും പഠിച്ചിട്ടില്ല, അന്നത്തെ ദിവസം ഞാൻ ഫ്രീ അല്ല, ഞങ്ങൾക്ക് കുറച്ച് ഫങ്ഷൻസൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളിക്കാരി എന്നെ വീണ്ടും കീപ്പ് ഓൺ മെയിൽ ചെയ്തുകൊണ്ടിരുന്നു, അത് പറ്റില്ല, നീ ഒന്ന് അറ്റൻഡ് ചെയ്യ്, ലാസ്റ്റ് കാൻഡിഡേറ്റായിട്ട് നിന്നെ ഞാൻ ഓൺലൈനിൽ കയറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സമ്മതിച്ച് ഞങ്ങൾ പോയി. ഞങ്ങൾ കുറച്ച് ഫാമിലി ഫങ്ഷൻസ് ഒക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു, ട്രീസ റെഡി ആയിട്ടിരുന്നു, നിനക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയമായെന്ന്. അതും ഇന്ത്യൻ സമയം രാത്രി 9:30. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലല്ല, അതൊന്നും കുഴപ്പമില്ല, നീ കാറിൽ ഇരുന്നാണേലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ നെറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ കാറ് നിർത്തി, എല്ലാവരും പുറത്തിറങ്ങി, ഞാൻ മാത്രം കാറിൽ ലാപ്ടോപ്പുമായിട്ടിരുന്നു. അവരെന്നോട് ചോദിച്ചു നീ ട്രാവൽ ചെയ്യുവാണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. ഓക്കെ എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അവർ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, എന്തൊക്കെയോ ആൻസർ പറഞ്ഞു. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു, കാരണം ഈ ജോലി എനിക്ക് വേണമെന്നില്ല, ആ ഹോസ്പിറ്റലിലോട്ട് പോകണമെന്ന് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. അവർ പറഞ്ഞു ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമോ, ഞങ്ങൾക്കൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്തപ്പോൾ പറഞ്ഞപ്പോൾ ഞാനോർത്തു ഫെയിലായി, ഇനി ഇത് കിട്ടത്തൊന്നുമില്ല എന്ന് വിചാരിച്ചു. 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ അവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, ട്രീസ ഓൺലൈനിൽ വീണ്ടും വരാൻ പറഞ്ഞു. ഞാൻ ഓൺലൈനിൽ ചെന്ന് കഴിഞ്ഞ് അവർ വീണ്ടും കുറച്ച് ചോദിച്ചു. അവർ പറഞ്ഞു നിന്നെ അപ്ഡേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ സാധാരണ വിളിക്കാറില്ല എന്നുള്ളത് മീനിങ്ങാണ്. ഞാനില്ല പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ച് തിരിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കാണും എനിക്ക് മെയിൽ വന്നു, യു ആർ സെലക്റ്റഡ്, നിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഏജൻസിക്ക് അയച്ചു കൊടുക്കാൻ. സാധാരണ രീതിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരു 24-48 അവേഴ്സിൽ അവർ റിപ്ലൈ തരത്തുള്ളൂ. പക്ഷേ ഇത് വെറും അരമണിക്കൂറിനുള്ളിൽ മാതാവ് എനിക്ക് റിപ്ലൈ തന്നു, ഞാൻ സെലക്ട് ആയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ പ്രോസസ്സിങ് ആയിരുന്നു, പെട്ടെന്നെല്ലാം നടന്നു. വിസയ്ക്ക് അപ്ലൈ ചെയ്തു. എനിക്ക് ഓഗസ്റ്റ് 14 ശരിക്കും അവർ തന്ന ഡേറ്റ് ജോയിൻ ചെയ്യാനായിട്ട് അഡാപ്റ്റേഷന്. പക്ഷേ എൻ്റെ വിസ വരുന്നില്ല. ജൂലൈ 20 അപ്ലൈ ചെയ്ത വിസ എന്ത് ചെയ്തിട്ടും വരുന്നില്ല. കുറേ 14 എല്ലാവരും വിളിച്ചു ചോദിക്കുന്നു, ക്വയറി അയക്കുന്നു, അവർ പറയുന്നു ഇതുവരെ സ്റ്റാമ്പായിട്ടില്ല എന്ന്. അങ്ങനെ ഞങ്ങളുടെ ഡേറ്റ് മാറ്റി വെച്ചു, ഓഗസ്റ്റ് 14. ഇനി അടുത്ത ഡേറ്റ് കിട്ടണമെങ്കിൽ ഹോസ്പിറ്റലുകാർ പറയണം എന്നാണ് കിട്ടുന്നതെന്ന്. എന്ത് ചെയ്യുമെന്നറിയാതെ വീണ്ടും നിൽക്കുക, 1 വർഷത്തോളമായി ജോലിയില്ലാതെ നാട്ടിൽ നിൽക്കുക. അത് കഴിഞ്ഞത് ഇപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഓഗസ്റ്റ് 25 എൻ്റെ വിസ വന്നു. വിസ വന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വിസ കിട്ടിയെന്ന് പറഞ്ഞ് അവർ അപ്ലൈ ചെയ്തപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ പേര് ഒക്ടോബർ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, ഒക്ടോബർ ആകുമ്പോഴത്തേക്കും പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒക്ടോബർ 4 ഞാൻ ഇവിടുന്ന് പോവുക. ഞാനപ്പോൾ മാതാവിനോട് പരാതി പറഞ്ഞു, മാതാവേ ഓഗസ്റ്റ് 14 എന്ന് വന്നൊരു ഡേറ്റ് തന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ മാറിപ്പോയത് എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഫ്ലൈ ചെയ്യുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ആണ് അറിയുന്നത് അഡാപ്റ്റേഷൻ ചെയ്യാൻ എനിക്ക് ICU എക്സ്പീരിയൻസാണ്. അഡാപ്റ്റേഷൻ ചെയ്യണമെങ്കിൽ വാർഡുകളിലാണ് ആദ്യം ഇവർ ട്രെയിനിങ് കൊടുക്കുന്നത്. വാർഡിൽ 8 പേഷ്യൻറ്റിനെ 6 പേഷ്യൻറ്റിനെ നോക്കുക എന്ന് പറഞ്ഞ പരിപാടി എനിക്ക് അറിയത്തില്ല. മാക്സിമം 1-2 പേഷ്യൻറ്റ് അവേർലി നോക്കുന്ന പരിപാടി എനിക്കറിയത്തുള്ളൂ. അങ്ങനെ ഞാൻ അഡാപ്റ്റേഷൻ എന്നെ വാർഡിലിട്ടു. ഞാൻ ആകെ പതറിപ്പോയി, എന്ത് ചെയ്യുമെന്നറിയില്ല, എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും അഡാപ്റ്റേഷൻ. നമ്മൾ ഈ 6 പേഷ്യനെ ഹാൻഡിൽ ചെയ്ത് കാണിക്കണം, ടൈം മാനേജ്മെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർക്കുണ്ട്. അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ആ കോഴ്സ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. എങ്ങനെയൊക്കെയോ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ഉപ്പ് എടുത്തുകൊണ്ട് പോകും. ഞാൻ നോക്കുന്ന രോഗികളുടെ റൂമുകളുടെ എല്ലാം ഇടും, എന്നിട്ട് പ്രാർത്ഥിച്ച് ഞാനങ്ങ് പണി തുടങ്ങും. എങ്ങനെയൊക്കെയോ ഞാൻ 6 പേഷ്യൻ്റ് കാര്യങ്ങൾ ഈ 12 മണിക്കൂർ ജോലികൾ ഞാൻ ചെയ്തു തീർത്തു. എങ്ങനെ ചെയ്തു എന്ന് എനിക്ക് എപ്പോഴും അറിയത്തില്ല. അങ്ങനെ എൻ്റെ അഡാപ്റ്റേഷൻ കംപ്ലീറ്റായി. പിന്നെ എനിക്ക് പിൻ നമ്പർ കിട്ടിയപ്പോഴാണ് എൻ്റെ കൊച്ചിന് വയ്യാതാവുന്നത്. കൊച്ചിന് വയ്യാതായപ്പോൾ അവന് അഡിനോഡൈറ്റിന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഹസ്ബൻഡാണ് കുഞ്ഞിനെ നോക്കുന്നത്. അവന് പനി ബഹളം എല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, എനിക്ക് വരാൻ പറ്റത്തില്ല, എന്ത് ചെയ്യുമെന്നറിയില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് പോകാൻ പറ്റില്ല, നീ അവരുടെ കൂടെ നിന്നണം. പക്ഷേ ഒരു കാര്യം എനിക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് വിസ കിട്ടി എൻ്റെ കുഞ്ഞിനെ ഹസ്ബൻഡിനെ എൻ്റെ അടുക്ക കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. സാധാരണ 6 മാസം എടുക്കും അയർലൻഡിലേക്ക് വരാൻ ഫാമിലി വിസ കിട്ടാനായിട്ട്. എനിക്ക് എൻ്റെ മാതാവ്, ഞാൻ ഇവരുടെ ഹസ്ബൻഡിന് വിസ അപ്ലൈ ചെയ്തത് ഫെബ്രുവരി 8 5 ദിവസം കൊണ്ട് മാതാവ് 13 വരെ വിസ അടിച്ച് എനിക്ക് കിട്ടി. വെറും 5 ദിവസം എനിക്ക് മാതാവ് അതിൽ ചെയ്തു തന്നുള്ളൂ. അത്രയ്ക്ക് ടൈം ഷോർട്ടണിങ് ആയിരുന്നു അത്. പിന്നെ ഇവർ പെട്ടെന്ന് വന്നു. വരാനായിട്ടിരുന്നപ്പോൾ താമസിക്കാൻ വീടില്ല, എല്ലായിടത്തും അപ്ലൈ ചെയ്തു, ആരും വിളിക്കുന്നില്ല. എത്ര രൂപ കൊടുത്ത് എൻ്റെ ഒരു സാലറിയുടെ പരിമിതിയിൽ വേണം എനിക്ക് വീട് കിട്ടാൻ, ബാക്കിയുള്ള കാര്യങ്ങളും നോക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ വീണ്ടും പഴയ ഒരു വീടിന് ഞാൻ അപ്ലൈ ചെയ്തു. അവർക്ക് വീണ്ടും ഞാൻ അയച്ചു.
ഞാൻ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഫോട്ടോയുണ്ട്. അതിന് ഫോട്ടോയുടെ പുറകിൽ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചു. മാതാവ് 2 വീടുകളുടെ പേര് എഴുതി വെച്ചു. ഇതിലേതെങ്കിലും ഒന്ന് ഇവർ വരുന്നതിന് മുന്നേ എനിക്ക് ശരിയാക്കി തരണേ എന്ന് പറഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ മാർച്ച് 5-ാം തീയതിയാണ് ഇവർ വരുന്നത്. അന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് എനിക്ക് ആ വീടിൻ്റെ കീ കിട്ടി. സാധാരണ രീതിയിൽ നമ്മൾ അഡ്വാൻസായിട്ട് പേയ്മെൻറ്റ് ചെയ്യണം ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും 2-3 മാസത്തെ റെൻറ്റ് വെറുതെ കൊടുത്ത് അവർ തന്നെ താമസിക്കുക. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നില്ല. ഇവർ വന്ന അന്നാണ് എനിക്ക് വീട് കിട്ടിയത്. 1 രൂപ പോലും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടം വരാതെ എനിക്ക് വീട് കിട്ടി. പിന്നെ എനിക്ക് മാതാവ് ചെയ്തെന്ന കാര്യം, എൻ്റെ ഹസ്ബൻഡ് ജോലിയാണ്. പുള്ളിയുടെ പ്രൊഫഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ പുള്ളി മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല, കൊച്ചിനെ നോക്കണം. ഇത് 2 കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ വേറൊരു കാര്യത്തിൽ പ്രൊഫഷനിലേക്ക് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ വേറെ ഒന്നും നമുക്ക് പരിചയമില്ലാത്ത പ്രൊഫഷൻസാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോഴാണ് 6 മാസത്തോളമായി മാതാവിനോട് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. മാതാവേ, എനിക്കറിയില്ല, എന്തേലും ഒരു വഴി നീ കാണിച്ചതാണ്. എങ്ങും ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് വിളിക്കുന്നുമില്ല, ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിരുന്ന് 6 മാസം കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് മെയിൽ വന്നു വീട്ടിൽ തൊട്ടടുത്തുള്ള നേഴ്സിംഗ് ഹോമിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ. അത് പുള്ളിക്ക് അറിയാത്ത പ്രൊഫഷൻ. എന്തായാലും ആട്ടെ പോയി നോക്കാമെന്ന് പറഞ്ഞു. പോയി ഇൻ്റർവ്യൂവിന് എന്തൊക്കെയോ പഠിച്ചിട്ട് പോയി. പുള്ളിക്ക് അറിയത്തേ ഇല്ല അത് എന്തൊക്കെയാണെന്ന് പോലും. പക്ഷേ കാണാതെ പഠിച്ചിട്ട് പുള്ളി പോയി. പക്ഷേ ഇൻ്റർവ്യൂവിന് ചെന്നപ്പം HR മാനേജർ ഒന്നും ചോദിച്ചില്ല പുള്ളിയോട്. പുള്ളിയുടെ പേര് ചോദിച്ചു, പ്രൊഫഷൻ ചോദിച്ചു, ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ. പുള്ളി കഴിഞ്ഞ് വന്ന ആൾക്കാരോടൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചെന്നാണ് പറഞ്ഞത്. അവിടെയും മാതാവ് ഞങ്ങളെ സഹായിച്ചു. ഇപ്പം എൻ്റെ ഹസ്ബൻഡിന് വീടിനടുത്തുള്ള വീട്ടിൽ 15 മിനിറ്റ് ദൂരമേ ഉള്ളൂ. വീടിൻ്റെ അടുത്തുള്ള അവിടെയാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരു ICU നേഴ്സാണ്. എനിക്ക് ICUയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ അഡാപ്റ്റേഷൻ ചെയ്ത് ഇപ്പോൾ ഞാൻ ഓഗസ്റ്റ് 14 പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അവരെന്നെ അഡാപ്റ്റേഷന് അവിടുത്തെ ഏറ്റവും വലിയ കട്ടിയുള്ള ടൈറ്റ് വാർഡിലേക്ക് ഇട്ടാനെ. അവിടെ പോകുന്ന പിള്ളേരെല്ലാം അഡാപ്റ്റേഷൻ ഫെയിലായപ്പോട്ടെ. പക്ഷേ മാതാവ് എന്നെ വിട്ടത് സെൻറ്റ് പീറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു നല്ലൊരു വാർഡിലാണ്. അവിടുത്തെ സ്റ്റാഫെല്ലാം നല്ലതായിരുന്നുകൊണ്ടാണ് ഞാൻ അഡാപ്റ്റേഷൻ അത്രയും പെട്ടെന്ന് പാസ്സായത്. എൻ്റെ ഒപ്പം വന്ന പല പിള്ളേരും ഫെയിലായി പോയിട്ടുണ്ട് ആ വാർഡിൽ പോയിട്ട്, വേറൊരു വാർഡിൽ പോയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ICU കോഴ്സ് ചെയ്യാൻ, നമുക്ക് ICU വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ICUയിലോട്ട് മൂവ് ചെയ്തു. അവിടെ പഠിച്ചു വരുന്നപ്പോഴത്തേക്കും നമ്മൾ ചെയ്തതല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ആകെപ്പാടെ കൺഫ്യൂഷനായി. ഞങ്ങളുടെ മുന്നേ പോയ ബാച്ചിൽ എല്ലാവരും സ്ട്രെസ്സ് കൂടുതലാണെന്നും പറഞ്ഞ് 3-4 പേര് ക്വിറ്റ് ചെയ്തു പോയി. എന്ത് ചെയ്യുമെന്നറിയില്ല, എങ്ങനെ പാസ്സാകുമെന്നറിയില്ല. എന്തൊക്കെയോ തീരുമാനം എടുത്ത് ജോയിൻ ചെയ്തു. അങ്ങനെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര സ്ട്രെസ്സായിരുന്നു. അവരൊക്കെ ഒന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജോലി ചെയ്യണം, പേഷ്യൻസിനെ നോക്കണം, അവരെ ഹാൻഡിൽ ചെയ്യണം. ആകെ കോളമായിരുന്നു. അതിനുശേഷം അങ്ങനെ കോഴ്സ് കണ്ടിന്യൂ ചെയ്ത് ഞാൻ ഈ 6 മാസ കോഴ്സ് എനിക്ക് ശരിക്കും മാർച്ച് തുടങ്ങി ഈ സെപ്റ്റംബർ അവസാനം വരെയായിരുന്നു. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ 5 മാസം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവരെന്നെ സൈൻ ഓഫ് ചെയ്തു. എൻ്റെ കൂടെയുള്ളവരെല്ലാം 6 മാസം ആയതിനു ശേഷമാണ് സൈൻ ഓഫ് ആയത്. എൻ്റെ മാത്രം മാതാവ് 5 മാസം ടൈം ഷോർട്ടൺ ചെയ്ത് അവിടെയും മാതാവ് എന്നെ ചെയ്തു. ഞാൻ അന്ന് മാതാവിനെ പ്രാർത്ഥിച്ചു, എന്നും ഞാൻ നാട്ടിൽ വരുന്നു, അന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ തിരിച്ചു പോവുകയുള്ളൂ. ഞങ്ങൾ അതിനായിട്ട് ലീവിന് വന്നതാണ്. അടുത്ത ആഴ്ച ഞങ്ങൾ തിരിച്ചു പോകുക. അഡാപ്റ്റേഷന് പോകുമ്പോഴെല്ലാം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഉടമ്പടി ഉപ്പുമായിട്ടാണ് പോകുന്നത്. ഓരോ രോഗിയെടുക്കെ പോകുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ഡിപ്പാർട്ട്മെൻറ്റ് കയറുന്നതിന് മുന്നേ ആരും ചവിട്ടാത്ത രീതിയിൽ ഉപ്പ് സൈഡിൽ ഇട്ടതിന് ശേഷം വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ വാടി കയറുന്നത്. തിരിച്ചിറങ്ങുമ്പോഴും ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞിറങ്ങും. എന്നും രാവിലെ തൈലം പൂശി ഞങ്ങൾ പ്രാർത്ഥിക്കും. കൊച്ചിനെ ആണെങ്കിലും പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ പ്രാർത്ഥനകളൊക്കെ ചെല്ലാനായിട്ട്. പിന്നെ ഈ ഹസ്ബൻഡ് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയപ്പോഴാണേലും തൈലം പൂശിയൊക്കെയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ച് വിട്ടത്. തൈലം പൂശി ഉപ്പും കഴിച്ചാണ് ഞങ്ങൾ പോകുന്നത്. എന്ത് കാര്യത്തിന് ഞങ്ങൾ പുറത്തിറങ്ങിയാലും ഒരു നുള്ളു ഉപ്പ് ഞങ്ങളുടെ വായിലിട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ എൻ്റെ കൊച്ചിനാണേലും ചെറിയ ചെറിയ അസുഖങ്ങളാണേലും എന്ത് വന്നാലും ഞാൻ മാതാവിൻ്റെ ഒരു നുള്ളു ഉപ്പോ അല്ലെങ്കിൽ തേനോ കൊടുക്കും. അതിലൂടെ മാതാവ് ഞങ്ങൾക്ക് അസുഖം പ്രാപം തന്നിട്ടുണ്ട്. ഇതിനെല്ലാം തന്ന അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിന് തൃക്കമാരും ഞാൻ 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമാണ് ചെയ്യുന്നത്. എനിക്ക് ഇവിടെ വന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് എനിക്ക് PDF ആയിട്ട് പത്രം അയച്ചു തരും. അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ എന്നും അനുദിന അനുഗ്രഹ പ്രാർത്ഥനയും ധ്യാനവും ഞാൻ എപ്പോഴും കൂടും. ഇപ്പോൾ എനിക്ക് ഡ്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ, നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ നൈറ്റിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് ടൈമിൽ കൂടും. അല്ലെങ്കിൽ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോഴും സാക്ഷ്യം കേൾക്കുകയും പ്രാർത്ഥന കൂടുകയൊക്കെ ചെയ്യാറുണ്ട്. ബൈബിൾ വായനയും ഇതുപോലെ തന്നെ ഒറ്റ സ്ട്രെച്ചിൽ 30 മിനിറ്റ്സിൽ വായിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ടൈം എടുത്ത് ഡിവൈഡ് ചെയ്ത് ഡ്യൂട്ടിക്ക് ഇടയ്ക്കാണെങ്കിലും ഞാൻ വായിക്കാറുണ്ട്.
സാധിക്കുന്ന ദിവസങ്ങളെല്ലാം ഞങ്ങൾ പള്ളിയിൽ പോകും. ഇൻ കേസ് ഞങ്ങൾക്ക് സൺഡേ ഡ്യൂട്ടി ആണെങ്കിൽ അത് വേറൊരു ഓപ്ഷനാണ്. ആ ഹോസ്പിറ്റലിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് കുർബാനയ്ക്ക് പോകാം സൺഡേക്ക്. നമ്മുടെ പേഷ്യൻ്റ് ഓക്കെ ആണെങ്കിൽ, അടുത്തുള്ള ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകാനുള്ള പെർമിഷനുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞാൻ സാധിക്കുന്ന ഞായറാഴ്ചകളിലെല്ലാം ഡ്യൂട്ടി ആണെങ്കിൽ പള്ളിയിൽ പോകാറുണ്ട്. സിക്ക് പേഷ്യൻ്റ് ആണെങ്കിൽ മാത്രമേ ഞാൻ ലീവ് ചെയ്യാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പള്ളിയിൽ പോകുന്നുണ്ട്. ആത്മീയ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു. ഇപ്പം ക്ഷമ എന്താണെന്നും എങ്ങനെ സംസാരിക്കാമെന്നും എനിക്ക് നേരത്തെയൊക്കെ എനിക്ക് ദേഷ്യം വരുമ്പോൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും, എൻ്റെ മുഖമൊക്കെ വാടുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ക്ഷമ എന്താണെന്നും എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കാനും വേണ്ടാത്തടത്തൊന്നും സംസാരിക്കാതെ മിണ്ടാതിരിക്കാനുള്ള കഴിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുടുംബ പ്രാർത്ഥനയായിട്ട് ഞങ്ങളെന്നും വീട്ടിൽ കുരിശ് വരയ്ക്കാറുണ്ട്. അത് ഞങ്ങൾക്ക് മുടക്കമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ എന്നും കുരിശ് വരയ്ക്കും. കൊച്ചിനെയും കൂട്ടിയിരുത്തും, കൊച്ചും കൂടെ വന്നിരിക്കും. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ലേറ്റായി കൊച്ചി ചോദിക്കും, എന്താ അമ്മ കുരിശ് വരയ്ക്കുന്നില്ലേന്ന്. അങ്ങനത്തെ വരെ സ്ഥിതിയായി ഞങ്ങളുടെ വീട്ടിൽ. ഇത്രയും ചെയ്തു തന്ന അമ്മമ്മ